നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുങ്ങല്ലൂർ ഗുരുകുലത്തെ പറ്റിയാണ് പറഞ്ഞു നിർത്തിയതെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം പറഞ്ഞു നിർത്തിയത്. പ്രധാനമായിട്ടും നമ്മൾ കൊടുങ്ങല്ലൂർ കളരിയുടെ സാഹിത്യ വിനോദങ്ങളെപ്പറ്റി, കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെപ്പറ്റി, കൊച്ചുണ്ണി തമ്പുരാനെപ്പറ്റി ഒക്കെയാണ് പറഞ്ഞത്. ഇനിയും ഒരുപാട് പേര് ആ ഗുരുകുലത്തിൽപ്പെട്ടവരായിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മുടെ സാഹിത്യത്തിൽ. കാരണം മലയാളത്തിലെ നിയോ ക്ലാസിക് സാഹിത്യം എന്നും ഈ കാലഘട്ടത്തെപ്പറ്റി പറയാൻ പറ്റും. അവിടുന്നാണ് പിന്നീട് കാൽപ്പനികതയിലേക്കും കുമാരനാശാനിലേക്കും വള്ളത്തോളിലേക്കും ഒക്കെ നമ്മൾ കടന്നു വരുന്നത്. അതുകൊണ്ട് നിയോ ക്ലാസിക് കാലഘട്ടത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. നമ്മൾ വീണ്ടും അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. കൊടുങ്ങല്ലൂർ ഗുരുകുലത്തിലെ പ്രമുഖരായ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കൊച്ചുണ്ണി തമ്പുരാൻ എന്നിവരെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. അവരെ ചുഴന്ന് കുറേ അധികം എഴുത്തുകാർ അക്കാലത്തുണ്ടായിരുന്നു. ആ എഴുത്തുകാരെക്കുറിച്ച് കൂടി കുറച്ച് കാര്യങ്ങൾ, അവരുടെ രചനകളെപ്പറ്റി ചില കാര്യങ്ങൾ മാത്രം, അതുകൂടി ആയാലേ പരപ്പാർന്ന കൊടുങ്ങല്ലൂർ കളരിയുടെ ചിത്രം പൂർണ്ണമാകും. വെൺമണിമാല, അപ്പൻ തമ്പുരാൻ, ഉറവങ്കര, പെട്ടനിഴിയം, നടുവൻ കവികൾ, ശിവോള്ളി, കുണ്ടൂര്, കാത്തുള്ളി അച്യുതമേനോൻ എന്നിങ്ങനെ ചിലരാണ് അവരിൽ പ്രധാനികൾ. നമുക്ക് വെൺമണിമാരിൽ നിന്ന് തുടങ്ങാം. കൊടുങ്ങല്ലൂർ കളരി എന്ന അർത്ഥത്തിൽ തന്നെ പ്രചാരം നേടിയിട്ടുള്ള വാക്കാണ് വെൺമണി പ്രസ്ഥാനം. കൊച്ചി രാജ്യത്ത് ചൊവ്വര അടുത്ത് വെള്ളാരപ്പള്ളി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെയാണ് വെൺമണി ഇല്ലം. 3 പേരാണ് വെൺമണി കവികൾ. വെൺമണി അച്ഛൻ എന്നറിയപ്പെടുന്ന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് 1817 തുടങ്ങി 1891 വരെ. വെൺമണി മഹൻ എന്നറിയപ്പെടുന്ന കദംബൻ നമ്പൂതിരിപ്പാട് 1844 മുതൽ 1893 വരെ. പിന്നെ ഇവരുടെ കാരണവരായിട്ട് ഒരു വെൺമണി വിഷ്ണു നമ്പൂതിരിപ്പാടുണ്ട്. അദ്ദേഹം 1770-നും 1840-നും മധ്യേ ജീവിച്ചിരുന്നു എന്നാണ് ഊഹം. അദ്ദേഹം നമ്മളിപ്പോൾ പറയുന്ന വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാടിൻ്റെ അച്ഛൻ്റെ സഹോദരനായിരുന്നു. അതായത് വെൺമണി അച്ഛൻ എന്നറിയപ്പെടുന്ന പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ അപ്പൻ ആയിരുന്നു. ഈ വിഷ്ണു നമ്പൂതിരിപ്പാട് ആകെ 2-3 കൃതികളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ അത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. രഘുവംശം ആദ്യത്തെ 3 സർഗം തുള്ളൽപ്പാട്ട് രീതിയിൽ എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ രഘുവംശം. ദിലീപൻ മേച്ചു നടന്നിരുന്ന നന്ദിനിയെ സിംഹം പിടിക്കുന്നതും പകരം തന്നെ ഇരയായി സ്വീകരിച്ച് നന്ദിനിയെ രക്ഷിക്കണം എന്ന് രാജാവ് അഭ്യർത്ഥിക്കുന്നതും സന്തുഷ്ടയായ നന്ദിനി രാജാവിന് സന്താനഭാഗ്യമുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുന്നതും വരെയുള്ള കഥ മാത്രമേ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളൂ. സ്വതേ ആധ്യാത്മികതയോട് പ്രതിപത്തിയുള്ള ആളായിരുന്നു വിഷ്ണു നമ്പൂതിരിപ്പാട്. അതിനനുസരിച്ച് വിവിധ വൃത്തങ്ങളിൽ എഴുതിയ കൃതിയാണ് സംസാരിയുടെ പാരവശ്യം. ചില ശ്ലോകങ്ങൾ നല്ല ശബ്ദപുഷ്ടിയുള്ളവയാണ് എന്നതിലധികം പ്രത്യേകതയൊന്നും ഈ കൃതിക്കില്ല. ഏതാണ്ട് ഒരു സ്തോത്രകൃതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് വരിക കണി കാൺമാൻ എന്ന രചന. വെൺമണിയിലത്ത് ജനിച്ച ഒരാളുടെ കൃതി എന്ന നിലയിൽ മാത്രമാണ് ഇന്ന് നമ്മൾ ഈ രചനകളെ വെൺമണി കൃതികളുടെ കൂട്ടത്തിൽ ചേർക്കുന്നത്. ഇന്ന് വെൺമണി കവിതകൾ എന്ന് കേൾക്കുമ്പോൾ മലയാള സാഹിത്യം പഠിച്ച ഒരാൾക്ക് ഉണ്ടാവുന്ന ചില സങ്കല്പങ്ങളുണ്ടല്ലോ, അവയിലെ സാരല്യമൊഴിച്ച് മറ്റൊന്നും വിഷ്ണു നമ്പൂതിരിയുടെ രചനകൾക്ക് അവകാശപ്പെടാനില്ല. വെൺമണി പ്രസ്ഥാനത്തെപ്പറ്റി പറയുമ്പോൾ വിഷ്ണു നമ്പൂതിരിയുടെ രചനകൾ പരിഗണിക്കാത്തതുകൊണ്ട് കോട്ടമൊന്നും വരുന്നില്ല എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ശ്ലോകം ഉദ്ധരിക്കാം. ചൂടായിൽ തുളസീതളം യമഭടത്തല്ലിങ്ങു ചൂടായി വരും, പാടായിൽ തിരുനാമം അന്തകഭടന്മാരെങ്ങു പാടായി വരും, കൂടായിൽ സുഹൃതങ്ങൾ ചെയ്വതിനഹോ പാപങ്ങൾ കൂടായി വരും,
വീടായിൽ കടമേവനും നരകമം നാടങ്ങ് വീടായി വരും. ഈ ശബ്ദം കൊണ്ടുള്ള ഒരു കസർത്ത് എന്നുള്ളത് കവിഞ്ഞ് വലിയ കാവ്യഭംഗിയൊന്നും അതിന് അവകാശപ്പെടാനില്ല. പെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാട് കൊടുങ്ങല്ലൂർ ഗുരുകുലത്തിൻ്റെ തുടക്കക്കാരിൽപ്പെട്ട ആളാണ് എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം സ്വജാതിയിൽ വേടി കഴിച്ചിരുന്നു. അതുകൂടാതെ കൊടുങ്ങല്ലൂർ കോവിലകത്ത് നിന്ന് കുഞ്ഞിപ്പിള്ള തമ്പുരാട്ടിയെ കൂടി വിവാഹം ചെയ്തു. കുടമാളൂര് പൊൽപ്പാക്കര ഇല്ലത്തെ ശ്രീദേവി അന്തർജനത്തെയാണ് അദ്ദേഹം വേടി കഴിച്ചത്. ആ ബന്ധത്തിലുണ്ടായ സന്തതിയാണ് വെൺമണി മഹൻ. കൊടുങ്ങല്ലൂർ തമ്പുരാട്ടിയിലുണ്ടായ മക്കളിൽ ഒരാളാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അതായത് വെൺമണി മഹനും കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും വെൺമണി അച്ഛൻ്റെ മക്കളാണ്. വിദ്വാൻ ഇളയ തമ്പുരാൻ്റെയും കൃഷ്ണശാസ്ത്രികളുടെയും, അത് കൊടുങ്ങല്ലൂർ ഗുരുകുലത്തുണ്ടായിരുന്ന 2 പേരാണ്. വിദ്വാൻ ഇളയ തമ്പുരാൻ്റെയും കൃഷ്ണശാസ്ത്രികളുടെയും സഹായത്തോടെ സംസ്കൃത വ്യാകരണത്തിൽ തൃപ്തികരമായ അറിവ് നേടി വെൺമണി അച്ഛൻ എന്ന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് 1890 ആയപ്പോഴേക്കും വാർദ്ധക്യസഹജമായ അസുഖം മൂലം അദ്ദേഹം ഇല്ലത്ത് നിന്ന് പുറത്തേക്ക് പോകാതായി 1891 മരിച്ചു. കൊല്ലവർഷം 1066 വൃശ്ചികം 13. വളരെ കുറച്ച് കൃതികളെ അദ്ദേഹത്തിൻ്റെതായും നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഗജേന്ദ്രമോക്ഷം പറയന്തുള്ളൽ, രാമേശ്വര യാത്ര, ഏതാനും മുക്തകങ്ങൾ, ചില കത്തുകൾ, അത്രമാത്രം. ഈ കൃതികളിൽ തന്നെ ഗജേന്ദ്രമോക്ഷം പറയന്തുള്ളൽ ഭാഗികമായി മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. മഹൻ നമ്പൂതിരി എഴുതിയ ഭാഗങ്ങളും അതിലുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് മാത്രം. കോട്ടപ്പടിക്കൽ ഗോദവർമ്മ എന്ന സുഹൃത്തിനൊപ്പം രാമേശ്വരം സന്ദർശിച്ച കാര്യം ഒരു കൂട്ടുകവിതയായി എഴുതിയതാണ് രാമേശ്വര യാത്ര. യാത്രാകാവ്യങ്ങളുടെ തുടക്കം കുറിച്ച ഈ രചനയിൽ നിന്നും ഏതാനും ശ്ലോകങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ താനും. മറ്റ് ശ്ലോകങ്ങളെ ശൃംഗാര ശ്ലോകങ്ങൾ, കീർത്തനങ്ങൾ എന്ന് വിഭജിക്കാം. അദ്ദേഹം ശിവയോഗി ചരിതം എന്നൊരു തുള്ളൽ കൂടി എഴുതിയതായി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഒരു കത്തിൽ പറയുന്നുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിക്ക് അയച്ച ഒരു കത്തിലാണ്. പക്ഷേ ആ കൃതി നമുക്ക് കിട്ടിയിട്ടില്ല. സംഭാഷണ ഭാഷയോട് ഏറെ അടുപ്പമുള്ള ശൈലി വേണം സാഹിത്യരചനയിൽ എന്ന അഭിപ്രായക്കാരനായിരുന്നു അച്ഛൻ നമ്പൂതിരി. പിൽക്കാലത്ത് കൊടുങ്ങല്ലൂർ കളരിക്കാർ ഈ രീതിയിലാണല്ലോ നിയമേന കാവ്യരചന സാധിച്ചത്. രാമേശ്വര യാത്രയിലെ ഒരു ശ്ലോകം ഇന്നും നമ്മളുടെ അക്ഷരശ്ലോക സദസ്സുകളിൽ കേൾക്കാം ധാരാളമായി. ദയൊരു ലവലേശം പോലും ഇല്ലാത്ത ദേശം, പരമിക പരദേശം, പാർക്കിൽ അത്യന്ത മോശം, പറകിൽ നഹി കലാശം, ഭാര്യരിങ് ഏകദേശം, സുമുഖി നരകദേശം തന്നെയാണ് അപ്രദേശം എന്നുള്ള ശ്ലോകം. വെൺമണി മഹൻ രചിച്ച കൃതികൾ പല വിഭാഗത്തിൽപ്പെടുന്നു. നാടകങ്ങൾ, ആട്ടക്കഥകൾ, വഞ്ചിപ്പാട്ടുകൾ, കിളിപ്പാട്ടുകൾ, മുക്തകങ്ങൾ, കത്തുകൾ, സ്തോത്രങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ എന്നിങ്ങനെ വൈവിധ്യപൂർണ്ണമാണ് വെൺമണി മഹൻ്റെ രചനാലോകം. പല രചനകളും അപൂർണങ്ങളാണ്. ജീവിതകാലം മുഴുവൻ ഉദരരോഗം മൂലം ക്ലേശം അനുഭവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഉദാസീനനായിരുന്നു. കൊടുങ്ങല്ലൂർ ഗുരുകുലത്തിൽ നിന്ന് സംസ്കൃതം പഠിച്ചു. എന്നാൽ പണ്ഡിതനാവണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല, അതിനെ യത്നിച്ചുമില്ല. വേദപഠനവും ഭംഗിയായി പൂർത്തിയാക്കി ചില വേദപരീക്ഷകളിൽ വിജയം നേടി. അതിലും പക്ഷെ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. അമാന്തക്കൊടിമരം എന്നാണ് കൊടുങ്ങല്ലൂർ കളരിക്കാർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അത് ശരിയാണ് താനും. ഇങ്ങനെ അലസനായി കഴിയുന്ന ഒരു വാസനാശാലിയായ കവിയോട് ഒരു സുഹൃത്ത് അന്നോളം എഴുതിയ കവിതകളൊക്കെ ചേർത്ത് പുസ്തകമാക്കണം എന്നാവശ്യപ്പെട്ട ഒരു കഥയുണ്ട്. വെൺമണി സമ്മതിച്ചു. കൊടുങ്ങല്ലൂരിൽ 2 മാസം താമസിച്ച് ഉദരരോഗത്തിന് ചികിത്സ നടത്താൻ തീർച്ചയാക്കി. ആ കാലയളവിൽ മുമ്പ് എഴുതിയതും പ്രസിദ്ധപ്പെടുത്തിയതും ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുള്ളതും എല്ലാം പകർത്തി പുസ്തകമാക്കാം എന്നായിരുന്നു തീരുമാനം. അതനുസരിച്ച് നാട്ടിൽ നിന്നും കൊടുങ്ങല്ലൂർക്ക് പുറപ്പെട്ടപ്പോൾ കയ്യെഴുത്ത് പ്രതികൾ, മാസികകളിൽ വന്ന കവിതകൾ എല്ലാം ഒക്കെ ചേർത്ത് പൊതിക്കെട്ടാക്കി. മുണ്ട്, മുറുക്കാൻ തുടങ്ങിയ മറ്റാവശ്യങ്ങളും മറ്റാ സാധനങ്ങളും വേറൊരു പൊതിയാക്കി കിട്ടി. വഴിക്ക് എവിടെയൊക്കെയോ കറങ്ങി പിറ്റേ ദിവസം കൊടുങ്ങല്ലൂരെത്തി.
പുസ്തകം പ്രസിദ്ധീകരിക്കാമെന്നേറ്റിരുന്ന സുഹൃത്തിനെ വരുത്തി ഒരു പൊതി ഏൽപ്പിച്ചു. ഇതിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കൊണ്ട് ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്നതൊക്കെ കടലാസിൽ പകർത്തി അയാളെ വീണ്ടും വരുത്തി അതും കൊടുത്തു. ഇനി താൻ ഇതൊക്കെ പ്രസിദ്ധപ്പെടുത്തിയാൽ മതി എന്ന് പറയുകയും ചെയ്തു. പ്രസിദ്ധപ്പെടുത്താം എന്നേറ്റിരുന്ന സുഹൃത്ത് പൊതി തുറന്നു നോക്കിയപ്പോൾ അതിലൊരു മാസികയും ഇല്ല, കടലാസും ഇല്ല. കുറേ പുകയില പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. കവിതക്കെട്ട് വഴിക്കെവിടെയോ വെച്ച് മറന്നു. ഇതായിരുന്നു എഴുത്തിനോടുള്ള സമീപനം, ഒരു തരം നിസ്സംഗത. പെൺമണിമാർ, പ്രത്യേകിച്ച് മഹൻ, അശ്ലീലങ്ങൾ ധാരാളം എഴുതിക്കൂട്ടിയ വ്യക്തിയാണ് എന്നൊരു ആരോപണം എങ്ങനെയോ മലയാളത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. വെൺമണി കവിതകളിൽ സഭ്യേതരം എന്ന് പറയാവുന്ന പരാമർശങ്ങൾ ഉണ്ട്. പക്ഷേ അത് വളരെ കുറവ് മാത്രമേ ഉള്ളൂ എന്നതാണ് വാസ്തവം. ഈ അപവാദ പ്രചരണക്കാരുടെ യോഗ്യത അവർ വെൺമണി കവിതകൾ മുഴുവനും വായിച്ചിട്ടില്ല എന്നതാണ്. അത്തരം അശ്ലീല പരാമർശങ്ങളാവട്ടെ കേവലം ഒരു വെടിവെട്ടത്തിന് വേണ്ടി രചിക്കപ്പെട്ടവയുമാണ്. ഒരു ശൃംഗാര ശ്ലോകത്തിൻ്റെ ആദ്യത്തെ 2 വരി അച്ഛനും 3ഉം 4ഉം വരി മകനും എഴുതുന്നു എന്ന് വരുമ്പോൾ എത്ര നിർമ്മമമായിരുന്നു ആ സമീപനം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേയുള്ളൂ. അന്നന്ന് പറഞ്ഞ് എന്നെ നടത്തിയിടല്ല എന്ന് പറഞ്ഞൊരു ശ്ലോകമാണ്. കൂട്ടത്തിൽ പറയട്ടെ, നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അശ്ലീലങ്ങളെ വെൺമണി കവിതയിലുമുള്ളൂ. ഒരു പക്ഷേ നമ്മളെക്കാൾ ശുദ്ധരായതുകൊണ്ട് അവരത് തുറന്നു പറഞ്ഞു എന്ന് മാത്രം. അക്കാലത്ത് സഭ്യേതരങ്ങളായ പദങ്ങൾ അച്ചടിക്കാതെ ആ സ്ഥാനങ്ങളിൽ ലിപികൾക്ക് പകരം നക്ഷത്ര ചിഹ്നമിട്ട് അച്ചടിക്കുക എന്നൊരു രീതി ഉണ്ടായിരുന്നു. അവിടെ ലിപിയിൽ എഴുതാത്ത പദം ഏത് എന്ന് എല്ലാ മലയാളികൾക്കും കൃത്യമായി മനസ്സിലാക്കാനും പറ്റിയിരുന്നു. ഇങ്ങനെയാവാം വാക്കുകൾക്കിടയിൽ നക്ഷത്രം വിരിക്കുന്നതാണ് കവിത എന്നൊരു വ്യാഖ്യാനം. ഈ മനസ്സിലാക്കിയവരുടെ മനസ്സിലുള്ളതിലധികമൊന്നും അശ്ലീലം വെൺമണി കവിതയിലില്ല എന്നതാണ് വാസ്തവം. പൂർണ്ണ രൂപത്തിലും അപൂർണമായും കിട്ടിയിട്ടുള്ള വെൺമണി കവിതകൾ ഇവയൊക്കെയാണ്: ഗണപതി, ഒരു പറയൻ ഗണപതി, ജൂബിലി മഹോത്സവം, പാഞ്ചാലി സ്വയംവരം, ഇങ്ങനെ 4 തുള്ളലുകൾ, അതിമോഹം, പീയൂഷ വീര്യോദയം, പുരന്തരാരുണം, പ്രച്ഛന്ന പാണ്ഡവം എന്ന് 4 നാടകങ്ങൾ, കാമതിലകം എന്നൊരു ഭാണം, കുചേലഗോപാലം, അജാമിളമോക്ഷം, സംഗമേശയാത്ര, മധുരാപുരി രാജചരിതം എന്ന് 4 ലഘുകാവ്യങ്ങൾ, കവിപുഷ്പമാല, അംബോപദേശം, പിന്നെ കുറേ മുക്തകങ്ങൾ, കത്തുകൾ. മുക്തകങ്ങളുടെ കൂട്ടത്തിൽ സമസ്യാപൂരണങ്ങളുണ്ട്, ഛായാശ്ലോകങ്ങളുണ്ട്, ചരമക്കുറിപ്പുകളുണ്ട്, ശൃംഗാര ശ്ലോകങ്ങളുണ്ട്. കത്തുകളും ചിലത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എഴുതിയ ഏറ്റവും നീണ്ട കൃതി പൂരപ്രബന്ധമാണ്. പക്ഷെ അത് മുഴുവനും കിട്ടിയിട്ടില്ല. ഭൂതിഭൂഷചരിതം എന്ന് മറ്റൊരു കൃതിയുമുണ്ട്. കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരുടെ രചനകളുടെ വലിപ്പം ആലോചിക്കുമ്പോൾ വെൺമണി ആകെ എഴുതി കൂട്ടിയത് വളരെയധികം എന്നൊന്നും പറയാനില്ല. വെൺമണിക്ക് കവിത പാണ്ഡിത്യ പ്രകടനത്തിലുള്ള ഉപാധിയായിരുന്നില്ല. ഭക്തിരസം തുളുമ്പുന്ന ചില ശ്ലോകങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ ഒരു നേരം പോക്കിന് എഴുതിയവയാണ്. അദ്ദേഹത്തിൻ്റെ ബലം പാണ്ഡിത്യമായിരുന്നില്ല, ജന്മവാസനയായിരുന്നു. വെൺമണി പ്രസ്ഥാനത്തിൻ്റെ ദൗർബല്യം അതിൻ്റെ കനക്കുറവാണ്. ജീവിതത്തിൻ്റെ ഉപരിതലം മാത്രമേ അവർ കണ്ടുള്ളൂ. ജീവിതമാകുന്ന കയത്തിൻ്റെ ഓളങ്ങളിൽ തത്തുന്ന പായലിൻ്റെ പച്ചപ്പിനോടായിരുന്നു അവർക്ക് താല്പര്യം. അതിനോട് മാത്രമായിരുന്നു താല്പര്യം. ആഴത്തിൽ മുങ്ങുന്നവനെ മുത്തു കിട്ടൂ എന്ന കാര്യം അവർ ഓർത്തതേയില്ല. നാടോടിപ്പാട്ടുകളുടെ ഈണവൈവിധ്യങ്ങളെയും പ്രാദേശിക ഭാഷാഭേദങ്ങളെയും സാഹിത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് കടത്തിവിടാൻ അവർ മടി കാണിച്ചുമില്ല. അതുമാത്രമാണ് എടുത്തു പറയാവുന്ന മേന്മ. ഈ പ്രഭാഷണത്തിൽ വെൺമണി മകൻ്റെ 1-2 കൃതികളെപ്പറ്റി മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. അതിന് കാരണം നമ്മളുടെ സാഹിത്യ ചരിത്രത്തിൽ അവ ചില വിവാദങ്ങൾക്ക് മുദ്ര പേറുന്നു എന്നതാണ്. ഈ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടൊരു കൃതിയാണ് കവിപുഷ്പമാല. വെൺമണി കളരിയിലെ ഒരു സാധാരണ കൃതി. പക്ഷേ അതിനൊരു ചരിത്രമുണ്ട്, അത് പറയാം. പദ്യനിർമ്മാണവും കവിത എഴുത്തും പര്യായങ്ങളാണ് എന്ന് കരുതുകയും ആഠ്യത്വത്തിൻ്റെ വ്യതിയടിപ്പുറത്ത് നിന്ന് അത് പ്രഖ്യാപിക്കുകയും ചെയ്തവരുടെ ഒരു ചക്കളത്തി പോരാട്ടമായിരുന്നു വാസ്തവത്തിൽ കവിരാമായണ യുദ്ധം. പല വിഷയങ്ങളെപ്പറ്റി
ശതകങ്ങൾ പഠിച്ചു കൂട്ടിയ അവർക്ക് പലരും വായനക്കാരനെ അക്ഷരാർത്ഥത്തിൽ ശതകം ചൊല്ലിക്കുകയായിരുന്നു. കവിരാമായണ യുദ്ധത്തിൻ്റെ തുടക്കം കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്നാണ്. അവിടെയാണ് ഈ കവിപുഷ്പമാലയ്ക്കൊക്കെ പ്രസക്തി വരുന്നത്. അവിടുത്തെ അന്തേവാസികളായ കൊടുങ്ങല്ലൂർ കളരിയിലെ അന്തേവാസികളായ വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാട്, അമ്പാടി കുഞ്ഞിക്കൃഷ്ണ പൊതുവാൾ, പക്ഷത്ത് കുഞ്ഞുണ്ണി നമ്പ്യാർ, അച്ചൻകണ്ടത്ത് നമ്പ്യാർ, അവരിങ്ങനെ വെടിവട്ടത്തിനിടയിൽ ഒരിക്കലൊരു ശ്ലോകം നിർമ്മിച്ചു. പക്ഷത്ത് നമ്പ്യാരെ അച്ചൻകണ്ടൻ നേന്ത്രപ്പഴത്തോട് കോപിച്ചു. അച്ഛൻ നമ്പൂതിരിയെ പൊതുവാൾ ചിങ്ങമ്പഴത്തോടും പൊതുവാളിനെ അച്ഛൻ നമ്പൂതിരി പൂവമ്പഴത്തോടും അച്ചൻകണ്ടനെ പക്ഷത്ത് നമ്പ്യാർ ഇരുമുടിക്കുന്നൻ്റെ മാണിപ്പുഴം ആയും കൽപ്പിച്ചു. ഈ വിഭജനം രേഖപ്പെടുത്തിയതിൽ ഉള്ളൂരിനും വെൺമണി കവിതകളുടെ എഡിറ്ററായ ശിവോള്ളി നാരായണനും ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട്. CM ചുമ്മാറിൻ്റെ പുസ്തകത്തിലുള്ളതാണ് ശരിയായ വിഭജന ചിത്രം. ആ ശ്ലോകം ഞാൻ വായിക്കാം. ഉച്ചത്തിൽ പറയുന്നു ഞാൻ സരസനം പക്ഷത്തു കുഞ്ഞുണ്ണിയെ എന്ന ഒച്ചപ്പെട്ടു വസിച്ചിടും കവിവരൻ കേടറ്റ നേന്ത്രപ്പഴം. അച്ഛൻ വെൺമണി ചിങ്ങനാണ് പുതുവാൾ അമ്പാടി പൂവൻപഴം. അച്ഛൻ കണ്ടൻ അറച്ചിടുന്ന ഇരുമുടിക്കുന്നൻ്റെ മാണിപ്പഴം. ഈ വാഴകളുടെ കൂട്ടത്തിലുള്ള മോശപ്പെട്ടൊരു വാഴയാണ് ഇരുമുടിക്കുന്നൻ. അതിൻ്റെ കായും കൊള്ളില്ല, പഴവും കൊള്ളില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇയാൾ ഈ അച്ചൻകണ്ടനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയത്. ശ്ലോകം ഒരിക്കൽ കൂടെ കേട്ടുള്ളൂ. ഉച്ചത്തിൽ പറയുന്നു ഞാൻ സരസനം പക്ഷത്തു കുഞ്ഞുണ്ണി എന്നൊച്ചപ്പെട്ടു വസിച്ചിടും കവിവരൻ കേടറ്റ നേന്ത്രപ്പഴം. അച്ഛൻ വെൺമണി ചിങ്ങനാണ് പുതുവാൾ അമ്പാടി പൂവൻപഴം. അമ്പാടി നാരായണ പൊതുവാൾ. അച്ഛൻ കണ്ടൻ അറച്ചിടുന്ന ഇരുമുടിക്കുന്നൻ്റെ മാണിപ്പഴം. കോവിലകത്തെ സഹൃദയ കൂട്ടായ്മയിൽ ഒരു ചെറു ചിരി ജനിപ്പിച്ചിരിക്കാം ഈ നാൽക്കാലി പദ്യം. ഇതിലെ നേരമ്പോക്ക് കണ്ടിട്ടാവണം കാത്തുള്ളി അച്യുതമേനോൻ ഒരു കവി പുഷ്പമാല എഴുതി. 4 പേർ ചേർന്ന് എഴുതിയ ഈ ഒറ്റ ശ്ലോകം കവി പക്വാവലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചില സാഹിത്യചരിത്രങ്ങളിൽ ഈ കവി പക്വാവലി എന്നുള്ളതൊരു പുസ്തകമാണ് എന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിയല്ല. ഈ ഒരൊറ്റ ശ്ലോകത്തിനാണ് കവി പക്വാവലി എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂരും പരിസരത്തുമുള്ള സുഹൃത്ത് കവികളെ ഏതാനും ചില പുഷ്പങ്ങളോട് താരതമ്യപ്പെടുത്തുന്നതാണ് കാത്തുള്ളി അച്യുതമേനോൻ്റെ കവി പുഷ്പമാല. തൻ്റെ സുഹൃത്തായ വെൺമണി മകനും രചനയുടെ ഒരു കോപ്പി അയച്ചു കൊടുത്തു അച്യുതമേനോൻ. അക്കാലത്ത് വെൺമണി രോഗബാധിതനായി കിടപ്പിലായിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് മറുപടി കിട്ടാതായപ്പോൾ അച്യുതമേനോൻ വീണ്ടും കത്തയച്ചു. രോഗം അപ്പോഴും മാറിയിരുന്നില്ല. ആ അവസ്ഥയിൽ സുഹൃത്തിൻ്റെ ഈ ശല്യപ്പെടുത്തലിൽ കോപിച്ച് വെൺമണി മറുകത്തായി 1885 എഴുതിയതാണ് ഇന്ന് പ്രസിദ്ധമായി നമുക്ക് കിട്ടിയിട്ടുള്ള കവി പുഷ്പമാല. ഒരേ പേര് തന്നെയാണ്. അതോടെ കാത്തുള്ളി അച്യുതമേനോൻ്റെ കവി പുഷ്പമാല തികച്ചും വിസ്മൃതമായി. ആ കൃതിയോ അതിലുള്ള ശ്ലോകങ്ങൾ ഒരെണ്ണം പോലുമോ ഇന്ന് ലഭ്യമല്ല. അച്യുതമേനോൻ്റെ കൃതിയിൽ ചില കവികൾക്ക് സ്ഥാനം നൽകിയത് സമുചിതമായില്ല എന്ന ആക്ഷേപവും വെൺമണി ഉയർത്തുന്നുണ്ട്. വെൺമണിയും അച്യുതമേനോനും കവികൾക്ക് തുല്യരായി ചില പുഷ്പങ്ങളെ തിരഞ്ഞെടുത്തു എന്നതിൻ്റെ പിന്നിൽ യുക്തിയൊന്നുമില്ല, സ്വന്തം തോന്നൽ എന്നതിലധികം. കഥ തീർന്നില്ല. വാസ്തവത്തിൽ അച്യുതമേനോനല്ല, കൊച്ചുണ്ണിത്തമ്പുരാനാണ് കവിപുഷ്പമാലയുടെ കർത്താവ് എന്നൊരു ശ്രുതി രഹസ്യമായി പ്രചരിച്ചിരുന്നു. വെൺമണിയും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ കവിപുഷ്പമാലയിൽ സൂചനയുമുണ്ട്. കാത്തുള്ളിക്ക് മറുപടി നൽകുക ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യുന്ന പോലെയാണ് എന്നാണ് വെൺമണി കുറിച്ചത്. ഭീഷ്മനെ എതിരിടാൻ അർജുനൻ ശിഖണ്ഡിയെയാണല്ലോ മറയാക്കിയത്. ഭീമ ശ്രീകൃഷ്ണ പാർത്ഥ പ്രഭൃതികളെ എതിരിട്ടാലും ഒട്ടും മടക്കം ഭീമശ്രീ ജാഹ്നവീ നന്ദനന് അണയുകില്ലേവം ആണ് ആ വിശിഷ്ടൻ. ഭീമനും ശ്രീകൃഷ്ണനും പാർത്ഥനും ഇവരൊക്കെ കൂടി എതിരിട്ടാലും ആ ജാഹ്നവീ നന്ദനൻ ഗംഗാപുത്രൻ ആയ ഭീഷ്മർക്ക് ഒരു തോൽവിയും വരില്ല. എന്നാലോ ശ്രീമൽ ബാണം ശിഖണ്ഡിക്ക് അഭിമുഖ വഴി പോകില്ല.
പക്ഷെ ആണും പെണ്ണും കേട്ട ശിഖണ്ഡിയാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ഭീഷ്മർ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഓമൽ ചാപം നിലത്തിട്ട്, അങ്ങനെയാണല്ലോ മഹാഭാരതത്തിലെ കഥ. ശിഖണ്ഡി മുമ്പിൽ വന്നപ്പോൾ ആണും പെണ്ണും കെട്ടവനോട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഭീഷ്മാചാര്യർ വില്ല് നിലത്തിട്ടു. ആ സമയത്താണ് അർജുനൻ അമ്പെയ്ത് ഭീഷ്മനെ വധിക്കുന്നത്. ഇവിടെ ഈ കാത്തുള്ളി അച്യുതമേനോൻ എന്ന ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി കൊച്ചുണ്ണി തമ്പുരാനാണ് ഈ കവിപുഷ്പമാല എഴുതിയത് എന്നാണ് വെൺമണി സൂചിപ്പിച്ചത്. തൻ്റെ പിതാവിനെ, അതായത് വെൺമണി അച്ഛൻ തമ്പൂരിപ്പാടിനെ നല്ല സുഗന്ധമുള്ള മറ്റൊരു പൂവായി കൽപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന് എടുത്തു ചോദിക്കുന്നുമുണ്ട് വെൺമണി. കൽപ്പനകളിൽ വിവേകം കാണിച്ചിട്ടില്ലാത്ത അച്യുതമേനോനെ വെൺമണി നേരെ ശകാരിക്കുകയാണ്. കാത്തുള്ളിൽ അച്യുത, കവിത്വമതോർത്ത് വല്ലാതെ തള്ളൽ വേണ്ട, വഴിയല്ല അവതാളമാകും. വേർത്തുള്ളിൽ ആയതു നനച്ച് ഒരു മുക്കിൽ മങ്ങി പാർത്തുള്ള കാലം ഒരു മട്ടിലിരിക്കുന്നല്ലു. തനിക്ക് അച്യുതമേനെയും കൂട്ടരെയും ഒരു ഭയവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ശ്ലോകമാണ് വെൺമണിയുടെ കവിപുഷ്പമാലയിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകങ്ങളിലൊന്ന്. ശങ്കാഹീനം ശശാങ്കാമലതരേശസ കേരളോൽപ്പന്ന ഭാഷാ വൻകാട്ടിൽ സഞ്ചരിക്കും സിതമണി ധരണീദേവ ഹര്യക്ഷവര്യൻ. ഹുങ്കാരം പൂണ്ടെടുക്കും കവികരി നെടിലം തച്ചുടയ്ക്കുമ്പോൾ നിന്നാഹുങ്കാരം പൂണ്ട നീയാം ഒരു കുറുനരിയ കൂസുമോ കുന്നിപോലും എന്നാണ് ശ്ലോകം. ഈ കേരള ഭാഷയാകുന്ന, കേരള സാഹിത്യമാകുന്ന വലിയ കാട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന സിംഹമാണ് വെൺമണി. ആ സിംഹം മുമ്പിൽ വരുന്ന ആനകളുടെ നെറ്റിത്തടമൊക്കെ അടിച്ച് പൊളിച്ച് രാജാവായിട്ട് വാഴുമ്പോഴാണ് ഈ കുറുക്കനെ പോലെയുള്ള നീ മുമ്പിൽ വന്ന് കൂവുന്നത്. ആർക്കാ നിന്നെ പേടി എന്നാണ് കളിയാക്കി ചോദിച്ചത്. ഇതിനിടെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഒരു കവിഭാരതവും അതിന് പകരമായി മൂലൂർ പത്മനാഭ പണിക്കർ ഒരു കവി രാമായണവും എഴുതി. വെൺമണി കവിതയിൽ നിന്ന് അല്പം വഴിമാറി സഞ്ചരിച്ചാണെങ്കിലും അതുകൂടി ഇവിടെ പറയുന്നതാവും സമഗ്രതയ്ക്ക് സഹായകം. കവിവക്വാവലി, കാത്തുള്ളിയുടെ കവിപുഷ്പമാല എന്നിവ കണ്ടിട്ടാവാം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഏതാനും കവികളെ മഹാഭാരതത്തിലെ ഏതാനും കഥാപാത്രങ്ങളോട് തുലനം ചെയ്ത് ഒരു കവിത എഴുതി, കവിഭാരതം. അന്ന് തെക്കും വടക്കുമുള്ള അതിപ്രശസ്തരായ കവികളെ എല്ലാവർക്കും അറിയാമായിരുന്നു. അതല്ലാതെ അത്ര പ്രശസ്തരല്ലാത്ത പലരെയും മിക്കവാറും ആളുകൾക്ക് അറിയാമായിരുന്നില്ല. അക്കാലത്താണല്ലോ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമ പത്രം തുടങ്ങുന്നത്. ആ പത്രത്തിന് ആ പേര് നിശ്ചയിച്ച് കേരളവർമ്മ വലിയ തമ്പുരാനാണ്. വർഗീസ് മാപ്പിള പത്രത്തിലെ കവിതാപംക്തിയുടെ ചുമതല ഏൽപ്പിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്, ഐതിഹ്യമാലയുടെ കർത്താവ്. മനോരമ പത്രം എല്ലാ കവികളുടെയും വിഹാരരംഗമാവണം എന്നൊരറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് പണ്ട് താൻ എഴുതിയ കവിഭാരതത്തിൻ്റെ കാര്യം കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഓർത്ത് അദ്ദേഹം അത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിക്ക് അയച്ചു കൊടുത്തു ഈ കുറിപ്പോടെ. കവികുല മൗലേ, ഞാനൊരു കവിഭാരതമുണ്ട് പണ്ട് നിർമ്മിച്ചു, കവിയും രസമോടായത് നവമാം ചേതോരമയ്ക്ക് നൽകിയിടാം. ചേതോരമ എന്ന് വെച്ചാൽ മനോരമ ആണ്, ചേതസ് മനസ്സാണല്ലോ. ചേതോരമയ്ക്ക് നൽകിയിടാം. പണ്ട് ഞാൻ എഴുതിയ കവിഭാരതം ഉണ്ട്, കുറച്ചേറിയൊരു കൃതിയാണ്, അത് വേണമെങ്കിൽ നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു. അത് കിട്ടിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഈ കുറിപ്പ് വർഗീസ് മാപ്പിളയെ കാണിച്ചു. വർഗീസ് മാപ്പിളയാവട്ടെ അത് ഉടനെ പ്രസിദ്ധപ്പെടുത്തിയില്ല. പകരം വടക്കൻ കവികളെ തെക്കൻ കവികളും തെക്കനെ വടക്കനും ഒക്കെ പരക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും മനോരമയുടെ താളുകളിൽ പ്രത്യക്ഷപ്പെടണം എന്ന് അപേക്ഷിക്കുന്ന ഒരു ലേഖനം പ്രസിദ്ധപ്പെടുത്തി 1891. കൊല്ലവർഷം 1065 കർക്കടകം 10-ാം തീയതിയിലത്തെ മനോരമയിൽ. ലേഖനത്തിൻ്റെ ചില ഭാഗങ്ങൾ കവിരാമായണം എന്ന ഉപന്യാസത്തിൽ AD ഹരിശർമ്മ ഉദ്ധരിക്കുന്നുണ്ട്. വർഗീസ് മാപ്പിളയുടെ ലേഖനത്തിന് ശേഷം ശങ്കുണ്ണിയുടെ നിർബന്ധത്താൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവിഭാരതം പരിഷ്കരിച്ച് ഇപ്പോഴത്തെ നിലയിലാക്കി. മനോരമയിൽ വിജ്ഞാപനം വന്നതോടെ കവികളുടെ പ്രവാഹമായി. ചിലർ യഥാർത്ഥ കവികളെ കൊണ്ട് ശ്ലോകം എഴുതിച്ച് വാങ്ങി സ്വന്തം പേരിൽ അയച്ചു കൊടുക്കുക പോലും ചെയ്തു അത്രേ. ഇതുമൂലം ചിലർ കവിതാപംക്തിയിൽ നിന്ന് പിൻവാങ്ങി. കവിതാപംക്തിയിൽ എഴുതുന്നവരൊക്കെ തങ്ങളുടെ ഊരും പേരും പ്രായവും വെളിപ്പെടുത്തണം എന്നൊരു അഭിപ്രായം
ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ പത്രപംക്തിയിലൂടെ ആവശ്യപ്പെട്ടു. അതും ശ്ലോകത്തിൽ തന്നെയാണ്. ആവശ്യപ്പെട്ടതോടുകൂടി വ്യാജന്മാർ കുറേയൊക്കെ അരങ്ങൊഴിഞ്ഞു. 1893 താൻ കവിഭാരതം പരിഷ്കരിച്ച് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിൽ ഉൾപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ മനോരമയിലെ കവിതാപംക്തി മുഖേന താനുമായി ബന്ധപ്പെടണമെന്നും കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഭാഷാകവിത്വം ഇയലുന്നവരൊക്കെ എൻ്റെ ഭാഷാവിശേഷ കവിഭാരതമായതിങ്കൽ തോഷാൽ പതിഞ്ഞിടുവതിന് കുറച്ചുനാൾ ആഘോഷാൽ മനോരമയിൽ വന്ന് കളിച്ചിടേണം എന്നാണ് അഭ്യർത്ഥന. ഈ വിജ്ഞാപനം വന്ന ഉടനെ മൂലൂർ പത്മനാഭ പണിക്കർ കേരളമിത്രം എന്ന ആനുകാലികത്തിലൂടെ നാരായണഗുരു, വെളുത്തേരി കേശവൻ വൈദ്യർ, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ എന്നിവരെ കവിഭാരതത്തിൽ ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചു. അവരെ ചേർക്കാം എന്നും പക്ഷേ കഷ്ടിപിഷ്ടി ചില സമസ്യകൾ മാത്രം പൂരിപ്പിച്ചിട്ടുള്ളവരെ ചേർക്കില്ല എന്നും തമ്പുരാൻ മറുപടി നൽകി. നാണുഗുരു അന്നേ പ്രശസ്തനാണ്. കേശവൻ വൈദ്യൻ പ്രസന്നരാഘവും അനർഘരാഘവും അർത്ഥാലങ്കാരം, അനർഘരാഘവല്ല, അർത്ഥാലങ്കാരം തുടങ്ങിയ കൃതികൾ മലയാളത്തിലും വിശാഖവിജയം സംസ്കൃതത്തിലും എഴുതിയിരുന്നു. കൂട്ടത്തിൽ പറയട്ടെ, ശാകുന്തളം ആദ്യം മൊഴിമാറ്റം നടത്തിയത് കേശവൻ വൈദ്യനായിരുന്നു എന്നും കേരളവർമ്മ തമ്പുരാൻ്റെ പ്രീതിക്ക് വേണ്ടി അത് പ്രസിദ്ധീകരിക്കാതിരുന്നു എന്നും അതിൻ്റെ സാന്ത്വനം എന്ന നിലയിലാണ് വിശാഖം തിരുനാൾ മഹാരാജാവ് കേശവൻ വൈദ്യന് വീരശൃംഖല നൽകിയത് എന്നും ഒരു വാർത്ത അന്ന് പ്രചരിച്ചിരുന്നു. കൃഷ്ണൻ വൈദ്യനാവട്ടെ നാടകരചനയിൽ കേരളവർമ്മയിൽ നിന്ന് നേരിട്ട് സമ്മാനം നേടിയ വ്യക്തിയുമായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കവിഭാരത രചന എത്രയായി എന്ന അന്വേഷണം തുടങ്ങി. മിക്കവാറും മൂലൂർ തന്നെ ആവാം അന്വേഷിച്ചത്, ഈ ഈഴവ കവികളെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയാനുള്ള ആകാംക്ഷ. തമ്പുരാൻ നേരോതാം കവിഭാരതം ക്രമമൊടും മേൽപോട്ട് കയറുന്നതില്ല എന്ന് മറുപടി നൽകി. ഇതിൽ ഈ മേൽപോട്ട് കയറുമ്പോൾ കള്ളുരത്തലിന് കയറുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നായി അപ്പോൾ വ്യാഖ്യാനം. അവസാനം 1894 കവിഭാരതം ഒരു പരിഷ്കരണവും കൂടാതെ വീണ്ടും പുറത്തിറങ്ങി. അങ്ങനെ ഇറങ്ങിയതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നും പറയാനില്ല. പരിഷ്കരിക്കണമെന്ന് ആദ്യം കരുതി, പിന്നെ വേണ്ടാന്ന് വെച്ചു, അത്ര തന്നെ. ഇതിനിടെ 1891 തമ്പുരാൻ്റെ അച്ഛൻ വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാടും 1893 സഹോദരനായ വെൺമണി മകനും മരിച്ചിരുന്നു. അതുകൊണ്ട് കൂടിയാവാം തമ്പുരാൻ തൻ്റെ കൃതി പരിഷ്കരിക്കേണ്ട എന്ന് വെച്ചത്. എന്നാൽ ഈഴവ കവികളെ ഉൾപ്പെടുത്താതിരിക്കാനാണ് കൃതി പരിഷ്കരിക്കാതിരുന്നത് എന്ന് കരുതിയ മൂലൂർ ഒരു കവിരാമായണം എഴുതി. 1895 കവിരാമായണം മനോരമ പുസ്തകമാക്കി. 106 കവികളെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കവിയെ രാമായണത്തിലൊരു കഥാപാത്രത്തോട് തുലനം ചെയ്യുന്നു, അല്ലാതെ അതിൽ യുക്തിയൊന്നുമില്ല. പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർക്ക് ഹനുമാൻ്റെ പദവി നൽകിയത് കുഞ്ഞുകുട്ടൻ തമ്പുരാന് സ്വീകാര്യമായില്ല. കാരണം പെരുന്നെല്ലി ഒരു തുടക്കക്കാരൻ കവി മാത്രമാണ്. ഹനുമാനാവട്ടെ രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രവും. വെൺമണി അച്ഛനെപ്പോലെ മുതിർന്ന ഒരാൾക്കല്ലേ അത്തരം സ്ഥാനങ്ങൾ നൽകേണ്ടിയിരുന്നത്. വേണമെങ്കിൽ പെരുന്നെല്ലിയെ ഉദയസൂര്യനെ കണ്ട് പഴമാണ് എന്ന് ധരിച്ച് പിടികൂടാൻ കുതിച്ച കുട്ടി ഹനുമാനാക്കിക്കോളൂ എന്ന് തമ്പുരാൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു. മാത്രമല്ല, രാമായണത്തിൽ നന്ദികേശ്വരൻ എന്നൊരു കഥാപാത്രത്തെ പറ്റിയും പെരുന്നെല്ലി പറയുന്നുണ്ട്. രാമായണത്തിൽ എവിടെ നന്ദികേശ്വരൻ എന്ന് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചോദിച്ചു. അതിന് മൂലൂര് വിനയപൂർവ്വം തന്നെയാണ് മറുപടി നൽകിയത്. കുബേരനെ തോൽപ്പിച്ച രാവണൻ ശിവൻ്റെ നൃത്തം കാണാൻ എത്തിയപ്പോൾ നന്ദികേശ്വരൻ തടഞ്ഞ ഒരു സന്ദർഭം രാമായണത്തിലുണ്ട്. എന്നാൽ പെരുന്നെല്ലിയെ ഹനുമാനാക്കിയതിനെ എതിർത്തത് അയാൾ ഈഴവനായതുകൊണ്ടല്ലേ എന്ന് മറുചോദ്യവും ചോദിച്ചു. കൃഷ്ണനാമ ഗതഹാരി തുലോം ചെറുപ്പം കൈക്കൊണ്ടരക്കുറവ് പാരമിരിക്ക കൊണ്ടോ ഇക്കണ്ട സിംഹളകുലത്തിൽ ഉദിക്ക കൊണ്ടോ ചൊൽക്കണ്ട മാരുതിപദത്തിന് അനർഹനായി എന്നാണ് ചോദ്യം. കൃഷ്ണനാമ ഗതഹാരി, ഗതഹാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യൻ, രോഗത്തെ ശമിപ്പിക്കുന്നവൻ എന്നർത്ഥം. കൃഷ്ണൻ എന്നു പേരുള്ള ആ വൈദ്യന് അന്ന് ചെറുപ്പമായതുകൊണ്ടാണോ, 32ാമത്തെ വയസ്സിൽ മരിച്ചു അദ്ദേഹം, അതുകൊണ്ടാണോ അതോ
ഈഴവജാതിയിൽ സിംഹളകുലത്തിൽ ഈഴവജാതിയിൽ പിറന്നുകൊണ്ടാണോ മാരുതി പദത്തിന് ഹനുമാന്റെ പദത്തിന് അനർഹനായത് എന്നാണ് തിരിച്ചിങ്ങോട്ട് ചോദിച്ചത്. നന്ദീശ്വരനെ ഉൾപ്പെടുത്തിയിലെ യുക്തി തമ്പുരാൻ സ്വീകരിച്ചു. മാത്രമല്ല, ഞാനൊന്നും പറയുന്നതില്ല, കവിതാസാമർഥ്യമേറും ഭവാൻ താനൊന്നും പിഴ കണ്ടിടാതെ സരസാ നിർമ്മിച്ച രാമായണം ആനന്ദത്തിന് മൂലമാണ്. ചില തെറ്റ് ഓരോ ജനം ചൊല്ലിലും നൂനം ദുർഘടമെന്ത് അതിന് വില കിട്ടില്ലെന്നു വന്നിടുമോ. ഞാൻ ഇനിയൊന്നും പറയില്ല, ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് എഴുതുന്നു. നിങ്ങളുടെ കൃതി നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് കുഞ്ഞുകുട്ടി തമ്പുരാൻ പറഞ്ഞു വെച്ചത്. തീയന്മാരിൽ ഒരാൾക്ക് വമ്പനുടെ പേർ കണ്ടിട്ട് അസൂയാമയ തീയ എൻ്റെ മനസ്സിൽ വന്ന് വിടിവെട്ടില്ല വിട്ടല്ലമേ. കയ്യമ്മാതിരി ഏറിയേറി വരുമ കൃഷ്ണന് ശുദ്ധം കടുങ്കയ്യമ്മാതിരി പട്ടം ഇട്ടതു വെടിപ്പില്ലെന്ന് മല്ലിട്ടു ഞാൻ എന്നാണ്. ഈഴവനായതുകൊണ്ടൊന്നുമല്ല കുറ്റം പറഞ്ഞത്, ഈ ഹനുമൽ പദവി വേണ്ട എന്ന് പറഞ്ഞത്. അയാൾ അത്രയൊന്നും പ്രസിദ്ധനല്ലല്ലോ എന്ന് പറയുകയാണ് ചെയ്ത്. എൻ്റെ സ്വന്തം അഭിപ്രായം ഒരിക്കൽ കൂടി പറഞ്ഞ് തമ്പുരാൻ രംഗം വിട്ടു. വാസ്തവത്തിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാന് അങ്ങനെ കഠിനമായ ജാതി മത ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. നാനാജാതിക്കാർ കൊടുങ്ങല്ലൂരിൽ താമസിച്ച് പഠിച്ചിരുന്നല്ലോ. തമ്പുരാൻ കോട്ടയ്ക്കൽ താമസിച്ചിരുന്നപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത്. ചാക്കീരി എന്ന പ്രസിദ്ധ മുസ്ലിം തറവാട്ടിൽ ദിവസവും ചതുരംഗം കളിക്കാൻ പോവുകയും അവിടെ നിന്ന് അവിലും കരിക്കും കഴിക്കുകയും പതിവായിരുന്നു. എന്നാൽ ഈ ശ്ലോകത്തിലെ കയ്യന്മാർ ഏറി വരിക തുടങ്ങിയ പദങ്ങൾ കള്ളുചെത്താൻ വേണ്ടി തെങ്ങ് കയറുന്നതിൻ്റെ സൂചനയായും മുൻ ശ്ലോകത്തിലെ ദുർഘടം എന്ന പദം കള്ളുകുടം എന്നും വ്യാഖ്യാനിക്കപ്പെട്ടു. മറ്റൊരു ശ്ലോകത്തിലും മേൽപോട്ട് ചാടലും ചക്രം ചുറ്റലും ഒക്കെയുണ്ട്. കവിഭാരതത്തിൽ കവിയൊന്നുമല്ലാത്ത കുംഭകോണം കൃഷ്ണശാസ്ത്രികളെ ശ്രീകൃഷ്ണനാക്കിയതിൽ അനുചിത്യമില്ലേ? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ ഭീമനായി കൽപ്പിച്ചതിൽ അപാകതയൊന്നുമില്ലെങ്കിലും ഭീമൻ്റെ പര്യായമായ പ്രകോദരൻ എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചത് അനുചിതമല്ലേ എന്നൊക്കെയായി മൂലൂര്. ഈ തർക്കം ചില മുൻവിധികളുടെ അടിസ്ഥാനത്തിലാണ് മൂലൂർ മുന്നോട്ട് കൊണ്ടുപോയത്. ആ മുൻവിധികൾക്ക് പിന്നിൽ സത്യമുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്നാൽ അത് കെട്ടടങ്ങാതിരുന്നത് മറ്റു ചിലർ ഇടപെട്ടതോടുകൂടിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോനും ആ തർക്കം ഏറ്റുപിടിച്ചു. കവിരാമായണ കർത്താവിനെ കടന്നാക്രമിക്കുന്ന പല ശ്ലോകങ്ങളും കുഞ്ഞികൃഷ്ണമേനോൻ ഹനുമാൻ എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധപ്പെടുത്തി. മൂലൂർ തൻ്റെ കൃതിയിൽ ചിലരെ ഒഴിവാക്കിയത് എന്തിന് എന്ന് മേനോൻ ചോദിച്ചു. ജാതിക്കാരോടുള്ള പഥ്യം കാണിക്കാനാണ് മൂലൂർ അശക്തനായിട്ടും കവിരാമായണം തട്ടിക്കൂട്ടിയത് എന്നുവരെ മേനോൻ പറഞ്ഞു വെച്ചു. സാഹിത്യകാരനല്ലാത്ത ധനികനായ നീലകണ്ഠധരണീദേവനെ കുബേരനാക്കി മൂലൂർ കൽപ്പിച്ചിട്ടുണ്ട്. ആ വിശേഷണം പാറായി തരകങ്കലാക്കുകയിൽ അതും യോജിക്കും എന്ന് കളിയാക്കുകയും ചെയ്തു. ഈ പാറായി തരകൻ ഒരു കച്ചവടക്കാരനാണ്, സമ്പന്നനായൊരു കച്ചവടക്കാരനാണ്. തെക്കൻ കടൽ ചാടിക്കടന്ന സേതുബന്ധനം നടത്തിയ രക്ഷോകുലം ഒടുക്കിയ ഹനുമാൻ്റെ മേനോൻ ഹനുമാൻ എന്ന പേരിൽ തന്നെയാണ് എഴുതിയിരുന്നതെന്ന് ഓർക്കുക. സ്ഥാനം ചത്ത കൃഷ്ണാഭിത ശിശുവിന് നൽകുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞു. പെരുന്നെല്ലി ചെറുപ്പത്തിൽ മരിച്ചു എന്ന് പറഞ്ഞല്ലോ. 1863 തുടങ്ങി 1894 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലം. ചത്ത കൃഷ്ണാഭിത ശിശു എന്നുവെച്ചാൽ മരിച്ചുപോയ കൃഷ്ണൻ എന്നു പേരുള്ള കുട്ടി. തികച്ചും പ്രകോപനപരമായി വെളുത്തേരിക്ക് ഭാര്യയുടെ സ്ഥാനം കൊടുത്തതും മേനോന് ഇഷ്ടമായില്ല. മേനോൻ നരസിംഹം എന്ന തൂലികാനാമത്തിൽ എതിർപ്പ് തുടർന്നു. ഏത് നരസിംഹത്തെയും നേരിടുന്ന മട്ടിൽ മൂലൂർ സിംഹളസിംഹം എന്ന പേരിൽ എതിർ ശ്ലോകങ്ങൾ കുറിച്ചു. കൃഷ്ണൻ വൈദ്യരെ തുച്ഛൻ എന്ന് വിശേഷിപ്പിച്ച മേനോൻ്റെ നാവിൽ പുണ്ണു പിടിക്കട്ടെ, നരകത്തീയിൽ പതിക്കട്ടെ എന്നൊക്കെ മൂലൂർ വായിരിക്കുന്നുണ്ട്. തൂലികാനാമത്തിൻ്റെ മറവിലാണ് മേനോൻ എഴുതിയതെങ്കിലും മൂലൂരിന് കൃത്യമായി ആളെ പിടികിട്ടിയിരുന്നു. കൃഷ്ണകവിയെ അല്ലാതെ ഹനുമാനം എന്ന പദവി നൽകി വേറെ ആരെയാണ് ആദരിക്കേണ്ടത്? ഒടുവിൽപ്പെടും മഠയരെയോ എന്നാണ് മൂലൂർ ചോദിച്ചത്. മേനോൻ വടി കൊടുത്ത് അടി വാങ്ങുകയായിരുന്നു. വാദത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കുഞ്ഞികൃഷ്ണമേനോൻ ഹനുമാൻ, പ്രഹ്ലാദൻ എന്നീ തൂലികാനാമങ്ങൾ സ്വീകരിച്ചു. വാദത്തിൽ ഇടപെട്ട ഉള്ളൂരാവട്ടെ
ജാമദഗ്നൻ എന്ന പേരിലും യുദ്ധത്തിൽ ഇടപെട്ടു. സ്വദേശാഭിമാനി സ്വീകരിച്ച നാമം ഭദ്രകാളി എന്നാണ്. ചിറയൻകീഴ് ഗോവിന്ദപിള്ള എന്നൊരാൾ നരസിംഹം, വലിയ തോക്ക്, അഹസ്കരൻ എന്നീ പേരുകളുടെ മറവിൽ അരങ്ങത്തെത്തി. ഏവൂർ ഗോവിന്ദപിള്ള ത്രിവിക്രമനായി. മൂലൂർ ഒറ്റയ്ക്കായിരുന്നു പല പേരുകളിൽ: ജാമ്പവാൻ, സിംഹളസിംഹം, കളകണ്ഠൻ, മാടവ്യൻ, ബിടവാഗ്നി, സുദർശനം, പാശുപതം, വലിയ തോക്കിൽ ഉണ്ട എന്നിങ്ങനെ. മലയാളി, കേരളചന്ദ്രിക, സർവത്രമിത്രം എന്നീ ആനുകാലികങ്ങളിലും തർക്കങ്ങൾക്ക് മനോരമയ്ക്കൊപ്പം വേദിയായി. പെരുനെല്ലിയെ ഹനുമാനാക്കാമെങ്കിൽ കാക്കയെ കുയിലാക്കാം എന്നായി ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോൻ. നിർത്താം. രസകരങ്ങളായ വിശദാംശങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ടി.എം. ചുമ്മാറിൻ്റെ കവിരാമായണ യുദ്ധം എന്ന പുസ്തകം നോക്കാവുന്നതാണ്. അതാണ് കവിരാമായണ യുദ്ധത്തെ പറ്റിയുള്ള ഏറ്റവും ആധികാരികമായുള്ള ഗ്രന്ഥവും. ഇത് ഞാൻ പറയാൻ കാരണം, ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നവരും സാഹിത്യചരിത്രം പഠിപ്പിക്കുന്നവരും വായിക്കേണ്ടതാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം പോലും പലരും ഇതൊക്കെ വായിച്ചിരുന്നു താനും. ഈ കോലാഹലത്തിൻ്റെ ബാക്കി പത്രം ഇതിൻ്റെ നിഴലിൽ വളർന്ന കുറേ രചനകൾ ലഭിച്ചു എന്നതാണ്. കവി മൃഗാവലി, കവി പക്ഷിമാല, കവി മത്സ്യാവലി, കവി ഭേഷജാവലി, കവി ശാകുന്തളം എന്നിങ്ങനെ. കവി മൃഗാവലി ഒടുവിലിൻ്റെ രചനയാണ്. വിദ്യാവിനോദിനി മാസികയിൽ. വലിയ കോയിത്തമ്പുരാൻ, ചാത്തുക്കുട്ടി മന്നാടിയാർ, കെ.സി. നാരായണൻ നമ്പ്യാർ, മാനവിക്രമൻ ഏട്ടൻ തമ്പുരാൻ, കട്ടക്കയം തുടങ്ങിയവരെ സിംഹം, ആന, പട്ടി, കാട്ടുപോത്ത്, പൂച്ച, പശു തുടങ്ങിയ മൃഗങ്ങളായി കൽപ്പിക്കുക. ഇതിൽ മൂലൂർ പത്മനാഭ പണിക്കരെ പറ്റിയുള്ള ശ്ലോകം ഇതാണ്: നൽപ്പൊന്നു വൻപടയിലേറ്റും അടങ്ങിയ നിത്യം കപ്പം തരുന്ന വരവർണ്ണനി വർണ്ണനിയെ. ഈ കവിതകളൊക്കെ തന്നെ സ്വന്തം ഭാര്യയെ അഭിസംബോധന ചെയ്താണ് എഴുതുന്നത്. നൽപ്പൊന്നു വൻപടയിലേറ്റ്, സ്വർണം തോൽക്കുന്ന മട്ടിലുള്ള നിറത്തോടു കൂടിയ അല്ലയോ വരവർണ്ണിനി, ആ പത്രപംക്തികൾ തറുത്തമരുന്ന മൂലൂർ പപ്പുപ്പണിക്കർ തടിയൻ കിളിയാണ് നൂനം. മൂലൂർ പത്മനാഭ പണിക്കരെ പന്നിയായിട്ടാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കവി മൃഗാവലി എന്ന ഈ കവിത അയച്ചു കൊടുത്തപ്പോൾ കവി പേര് വെച്ചിരുന്നില്ല. പക്ഷേ പത്രാധിപരായിരുന്ന C.P. അച്യുതമേനോൻ ആളെ മനസ്സിലാക്കി അദ്ദേഹം ഒരു ശ്ലോകം അവസാനമായിട്ട് എഴുതി ചേർത്തു: തേനൂർന്ന വാണി ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ നയം കരുതുവോരു കുറുക്കനത്രേ എന്നാണ്. C.P. അച്യുതമേനോൻ കുറുക്കനായിട്ടാണ് ഒടുവിലിനെ കണക്കാക്കിയത്. ഈ കവി ഭേഷജാവലി, കവി മൃഗാവലി, കവി പക്ഷിമാല എന്നൊരു കൃതിയുണ്ട്. പക്ഷികളായിട്ടാണ്, ഗരുഡനായിട്ട്, കഴുകനായിട്ട്, മൂങ്ങയായിട്ട്, കാക്കയായിട്ട്, തത്തയായിട്ട് ഒക്കെ ഓരോ കവികളെ കൽപ്പിക്കുകയാണ്. അതിൽ രസമായിട്ടൊരു കാര്യം, അന്ന് 10-13 വയസ്സ് മാത്രം പ്രായമുള്ള ആളായിരുന്നു പിന്നീട് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം പ്രൊഫസറായ ചേലനാട്ട് അച്യുതമേനോൻ. ചേലനാട്ട് അച്യുതമേനോനെ ഈ 3-4 കുട്ടി കവിതകളെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഈ കവി പക്ഷിമാലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് പക്ഷിയാണെന്നറിയാമോ? കൊതുകായിട്ടാണ്. കൊതുക് പക്ഷിയാണെന്ന് ഇപ്പോഴാണ് നമുക്ക് തോന്നുക. ഇങ്ങനെ ചില നേരമ്പോക്കുകളൊക്കെയാണ്. കവിത എഴുത്ത്, പദ്യനിർമ്മാണം യാന്ത്രികമായതിൻ്റെ മികച്ച തെളിവുകളാണ് ഇവയെല്ലാം തന്നെ. അപൂർവം ചില സന്ദർഭങ്ങളിൽ അത് ജാതിസ്പർദ്ധയിലേക്ക് തലനീട്ടുക പോലും ചെയ്തു. എങ്കിലും അങ്ങനെ ഒരു വളർച്ച അതിനുണ്ടായില്ല. മഴ തീർന്നാലും മരം പെയ്യും എന്ന മട്ടിൽ ഇടയ്ക്ക് ചില ശ്ലോകങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് മാത്രം. നമുക്ക് വെൺമണിമാരിലേക്ക് തന്നെ മടങ്ങാം. നീണ്ടുപോയ ഈ ശാഖാചംക്രമണം ഇവിടെ നിർത്താം. വെൺമണിയുടെ നീണ്ട രചന പൂരപ്രബന്ധമാണ്. പൂരസഹസ്രം എന്നാണ് അദ്ദേഹം കൃതിയെപ്പറ്റി സങ്കല്പിച്ചത്. എന്നാൽ ലഭ്യമായ കൃതിയിൽ അതിൽ പകുതി പോലും ശ്ലോകങ്ങളില്ല. 385 ശ്ലോകങ്ങളെ കിട്ടിയിട്ടുള്ളൂ. 700 ശ്ലോകങ്ങളുണ്ട് എന്നവ പ്രസിദ്ധീകരിക്കും എന്നൊക്കെ C.P. അച്യുതമേനോൻ പറയുന്നുണ്ടെങ്കിലും അതുപോലും നമുക്ക് കിട്ടിയിട്ടില്ല. 1873 തൃശ്ശൂർ പൂരമാണ് പ്രതിപാദ്യം. തൃപ്പൂണിത്തുറയിലെ ഇക്കാവമ്മ തമ്പുരാനുള്ള ഒരു കത്തിൻ്റെ രീതിയിലാണ് ആ കൃതി. തൃപ്പൂണിത്തുറ നിന്ന് കവിയും സുഹൃത്തുക്കളും യാത്ര തിരിച്ച് ഇളങ്ങുന്നപ്പുഴ വഴി ഞാറയ്ക്കലെത്തി വിശ്രമിച്ച് പിന്നെ തൃശ്ശൂരെത്തി പൂരം കൂടി വീട്ടിൽ മടങ്ങിയെത്തുന്നു. ഇതാണ് ഉള്ളടക്കം. വാസ്തവത്തിൽ ആ വർഷം വെൺമണി പൂരത്തിന് പോയിട്ടില്ല എന്നാണ് ജീവചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ഇതൊരു സങ്കല്പയാത്രയാണ്. വാരി വലിച്ചെഴുതിയ ഈ പൂരപ്രബന്ധം
ഒരു ആദ്യകാല രചനയാണ്. വെൺമണി കവിതകളുടെ സ്വഭാവവുമായി ശ്രീ അകവൂർ നാരായണൻ ചൂണ്ടിക്കാണിക്കുന്ന നർമ്മോക്തി വൈഭവം, വെൺമണി കവിതകളെ പറ്റിയുള്ള ആധികാരികമായൊരു പുസ്തകമാണ് അകവൂർ നാരായണൻ്റെ വെൺമണി കവിത എന്നുള്ള പുസ്തകം. നർമ്മോക്തി വൈഭവം, പദഘടനാ പാടവം, വർണ്ണനാചാതുര്യം, പ്രാസപ്രയോഗ ധോരണി, ലാളിത്യ നിഷ്കർഷ എന്നിവ ഇവിടെയും കാണാം. പൂരത്തിലെ സുപ്രധാന ഘടകമായ പകൽപ്പൂരം വർണ്ണിക്കപ്പെട്ടിട്ടില്ല താനും. ഒരുപക്ഷെ ആ ഭാഗം നഷ്ടപ്പെട്ടതാവാം. കവിതയിലെ ആദ്യ യാത്രാവിവരണ കാവ്യങ്ങളിലൊന്നാണിത്. നിരവധി വാക്ചിത്രങ്ങളുമുണ്ട് കാവ്യത്തിൽ. പിന്നീട് വള്ളത്തോൾ കവിതയിൽ ഇത്തരം വാക്ചിത്രങ്ങൾ തെളിമയോടെ വരുന്നത് നമുക്ക് ഓർക്കാവുന്നതാണ്. ആൾക്കൂട്ടത്തിനിടയിൽ അലയുന്ന ഗോസായിമാരുടെ ചിത്രം മാത്രം ഉദാഹരണമായി കാണിക്കാം. ചാരം തെച്ചു പിരിച്ച ചെഞ്ചിടകളിൽ ചേരുന്ന രുദ്രാക്ഷവും പാരം കോപരസം കലർന്ന മിഴിയും മാന്തോൽ മരഞ്ചാടിയും ക്രൂരം ചേർന്ന കുഠാരം അല്ല കുടിലും കൈക്കൊണ്ട് മങ്ങാതെയാ പൂരത്തിങ്കൾ നടന്നിടുന്നൊരുവരെ കൂസാത ഗോസായിമാർ എന്നാണ്. ചില ശ്ലോകങ്ങൾ ചില പ്രസിദ്ധ സംസ്കൃത പദങ്ങളുടെ വിവർത്തനങ്ങളാണ്. സന്ദർഭമനുസരിച്ച് അവ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് മാത്രം. വെൺമണിയുടെ ഏറ്റവും നീണ്ട കാവ്യമാണ് ഭൂതിഭൂഷ ചരിതം. കാരണം പൂരപ്രബന്ധം മുഴുവൻ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. കഥ, അതിനുള്ളിൽ ഉപകഥ എന്നിങ്ങനെ ഇതിഹാസ ശൈലിയാണ് കവി സ്വീകരിച്ചിട്ടുള്ളത്. കൃതി അപൂർണമാണ് താനും. പല ഭാഗങ്ങളും പല കാലത്തായി എഴുതിയതാണ് എന്നതിന് തെളിവ് ശൈലിയിലെ ഭിന്നത തന്നെ. ഇവിടെയും പല സംസ്കൃത കവികളുടെയും ശ്ലോകങ്ങൾ സന്ദർഭാനുസാരിയായി വിവർത്തനം ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത് കൊടുങ്ങല്ലൂർ വാസത്തിൻ്റെ ഫലമാണ്. അക്കാലത്ത് ഗണപതിയെ സ്തുതിച്ചുകൊണ്ടൊരു തുള്ളൽ എഴുതുക മിക്കവാറും എല്ലാ കവികളും പാലിച്ചു പോന്നിരുന്നു. ആ വഴിക്കാണ് വെൺമണിയും ഗണപതി എന്ന തുള്ളലും അംബോപദേശവും എഴുതിയത്. അജാമിളമോക്ഷം ഒരു കൂട്ടുകവിതയാണ് എന്ന് കരുതപ്പെടുന്നു. ആദ്യത്തെ 10 ശ്ലോകങ്ങൾ വെൺമണിയും ബാക്കി 10 ശ്ലോകങ്ങൾ കുണ്ടൂരും എഴുതി എന്നാണ് കരുതപ്പെടുന്നത്. സംസ്കൃത നാടകങ്ങളുടെ ശൈലിയിൽ രചിക്കപ്പെട്ടവയാണ്. അതുതന്നെ പലതും അപൂർണം. വെൺമണിയുടെ നാടകങ്ങൾ, പ്രച്ഛന്ന പാണ്ഡവം നാടകത്തിൽ നാടകത്തെപ്പറ്റിയുള്ള സങ്കല്പം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത കവി രസജ്ഞനായിടേണം, തൻ നാടകെ നവരസങ്ങളും എത്തിടേണം, നവീനതരമാകണം. ഗദ്യമൊട്ടുമില്ലാതെ വെൺമണി രചിച്ചതാണ് കാമതിലകം ഭാണം. നമ്മൾ കൊച്ചുണ്ണി തമ്പുരാനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സോമതിലകം ഭാണത്തെപ്പറ്റി സൂചിപ്പിക്കേണ്ടതാണ്. ദശരൂപകങ്ങളിലൊന്നായ ഭാണത്തിൽ ഒറ്റ നടൻ മാത്രമേ ഉള്ളൂ. എല്ലാ കഥാപാത്രങ്ങളുടെ ഭാഗങ്ങളും അയാൾ തന്നെയാണ് അഭിനയിക്കുക. ശൃംഗാരം പ്രധാനമാവണം, ധൂർത്ത വിടനായിരിക്കണം നായകൻ എന്നൊക്കെയാണ് നിർദ്ദേശങ്ങൾ. മാത്രമല്ല രംഗനിർദ്ദേശങ്ങൾ പോലും പദ്യത്തിലാവണമത്രേ. നടനേവം ഉരച്ചാശു നടന്നൻ അടിയൊത്തഹോ എന്ന മട്ടിൽ. കവിയെ നിശ്ചയമില്ലെങ്കിലും നിരവധി പേർ അക്ഷശ്ലോക സദസ്സുകളിൽ ചൊല്ലുന്ന ശ്ലോകങ്ങൾ വെൺമണി കൃതികളിലുണ്ട്. അത്തരത്തിലൊന്നാണ് പ്രച്ഛന്ന പാണ്ഡവത്തിൽ നിന്നും ഉദ്ധരിക്കുന്നത്. പൈക്കുട്ടി തന്നെ പരിചനോട് പിടിച്ചുന്തി നീക്കിയിട്ട് തള്ളപ്പയ്യൻ കാൽക്കൂട്ടണഞ്ഞിട്ട് അവിടവിടെ താൻ പതുക്കെ തലോടി തയ്യാറായി മുട്ടുകുത്തി തതനു മുഖമുയർത്തി ചുരത്തും നെറുമ്പാൽ അയ്യാ മുട്ടിക്കുടിക്കും പശുപശിച്ചു കേവലം കേവലംബം. കീർത്തനങ്ങളും മുക്തകങ്ങളും ധാരാളം. അവയിൽ ഒരാൺകുട്ടിയുണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭജനം നടത്തിയതിനിടയിൽ രചിച്ച സംഗമേശ അഷ്ടകത്തിലെ ഒരു ശ്ലോകം നമുക്കുടെ കൃഷ്ണസ്തുതികളിലെ നറുമുത്താണ് എന്ന് തന്നെ പറയാം. ഇതാണ് ആ പ്രസിദ്ധമായ ശ്ലോകം. കൃഷ്ണനെ പറ്റിയുള്ളൊരു വർണ്ണനയാണ്. തനിക്ക് മകനുണ്ടാവാൻ വേണ്ടി ഇരിഞ്ഞാലക്കുട താമസിച്ച് ഭരിച്ച കാലത്ത് എഴുതിയതാണ് ഈ സംഗമേശാഷ്ടകം. 8 ശ്ലോകങ്ങൾ. അതിലൊരു ശ്ലോകമാണിത്. പീലിക്കാർ കൂന്തൽ കെട്ടി ചഴകൊടു നെടിലേ നല്ല ഗോരോചനം ചേർത്ത് ഏലസ്സും പൊച്ചിലമ്പും വളകളുമണിയിച്ച് അമ്മ തന്നെ അംഗഭാഗി ലീലാ ഗോപാലവേഷത്തോടു മുരളിയും അക്കാര്യവയ്ക്കുന്ന കോലും ചാലയെ കൈക്കൊണ്ടും അന്തസ്മിതമടുമരുവും പൈതലെ കൈതൊഴുന്നീൻ. തുള്ളലുകളിൽ നമ്പ്യാരുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന കവിയാണ് വെൺമണി. പല തുള്ളലുകളും അപൂർണമാണ് എങ്കിൽ കൂടി നമ്പ്യാരുടെ തുള്ളലുകളിൽ കേരളീയത കടന്നുകൂടുന്ന പോലെ വെൺമണിയുടെ തുള്ളലല്ലാത്ത കൃതികളിലും കേരളീയത ധാരാളമുണ്ട്. പ്രച്ഛന്ന പാണ്ഡവം എന്ന അപൂർണ നാടകത്തിലെ 1-ാം അംഗത്തിൽ
നമ്പൂതിരിമാരുടെ സംഭാഷണത്തിനിടയിൽ നിരവധി നമ്പൂതിരി ഇല്ലങ്ങളുടെ പേരുകൾ പരാമർശമാവുന്നു. 50-ൽ പരം ഇല്ലങ്ങളുടെ പേരുകളാണ് 4 ശ്ലോകങ്ങളിൽ ഒതുക്കിയിരിക്കുന്നത്. പൂരപ്രബന്ധത്തിൽ 31 ശ്ലോകങ്ങൾ കേരളത്തിലെ പല നാടുകളുടെ പേരുകൾ ആണ്. 395 സ്ഥലങ്ങളുടെ ഒരു പട്ടിക. കുഞ്ചൻ ശ്രീകൃഷ്ണൻ്റെ കളിച്ചങ്കാലിമാരെ മുഴുവൻ മലയാളി കുട്ടികളാക്കിയ കഥ നാം കണ്ടതാണല്ലോ. ഒറ്റ ശ്ലോകങ്ങളുടെ കൂട്ടത്തിൽ പലരും രസികൻ വാക്ചിത്രങ്ങളാണ്. സഭ്യേതരമായ ശൃംഗാരം ആവിഷ്കരിക്കുന്ന ശ്ലോകങ്ങളും പല കൃതികളിലുമുണ്ട്. ശൃംഗാര ശ്ലോകങ്ങൾ എന്ന ഇനം തിരിച്ച് തന്നെ വേറെയും രചനകളുണ്ട്. അവ മാത്രം വായിച്ചാണ്, ഒരുപക്ഷെ അങ്ങനെ ചിലതുണ്ട് എന്ന് കേട്ടിട്ട് തന്നെയാണ് പലരും വെൺമണി കവിത അശ്ലീലമയമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്. എന്തിന്? പൂരപ്രബന്ധം തെറിപ്പാട്ട് പാടുന്ന കൊടുങ്ങല്ലൂർ താലപ്പൊലിയെ പറ്റിയാണ്, കൊടുങ്ങല്ലൂർ പൂരത്തെ പറ്റിയാണ് എന്ന് ധരിച്ചവർ പോലുമുണ്ട്. കാരണം കൊടുങ്ങല്ലൂർ പൂരപ്പാട്ട് പ്രസിദ്ധമാണ്. മലയാള ഭാഷയെ വെടിഞ്ഞ് പലരും ഹൂണഭാഷാ വനിതയെ വശമാക്കുന്നത് അത്തലോടെയാണ് അദ്ദേഹം ഓർക്കുന്നത്. കുഞ്ചനെ പോലെ തന്നെ മലയാള ഭാഷയാണ് ഇവിടെ നല്ലത് എന്ന് വെൺമണി പാഞ്ചാലി സ്വയംവരം തുള്ളലിൽ പറയുന്നുണ്ട്. ഇന്ദിഹ സംസ്കൃതമായി കടപട എന്നുര ചെയ്യുകയിൽ എല്ലാ ജനവും ഒന്നൊരുപോലെ രസിച്ചത് കേൾക്കില്ല എന്നതുമല്ല മുഷിഞ്ഞു പതുക്കെ ഓരോന്നോരോന്നായി ഭടജനം ഓരോ വഴി പുനരേറ്റുതിരിക്കും പാരാതതിനാൽ നല്ലൊരു കേരള ഭാരതിയാണ് ഉടനുചിതമിതാനും. ലോകോക്തികൾ, പഴഞ്ചൊല്ലുകൾ, പരപ്പാർന്ന വർണ്ണനകൾ എന്നിവയൊക്കെ തുള്ളലുകളുടെ മുഖമുദ്രകളാണ്. തനി പ്രാദേശിക പദങ്ങൾ ഉപയോഗിക്കുന്നതിനും വെൺമണി പഠിച്ചിരുന്നില്ല. എന്താണ് തേങ്ങാക്കൊലയാണ് എനിക്ക് എന്നും എഴുമാവിനെഴും കുഞ്ഞൻ കഴിവേറി നശിക്കണം എന്നും പിടിയാന വെറും കുട്ടി കിളിയാകുമോ എന്നും പൊട്ട ശ്ലോകങ്ങളുണ്ടാക്കും ദുഷ്ടക്കൂട്ടം നശിക്കണം എന്നും ഒക്കെ ആ രചനകളിൽ കാണാം. അതിക്രൂരം എന്ന് പറയാവുന്ന പരിഹാസവും വെൺമണി കവിതകളിൽ കാണാം. കേരളവർമ്മ ഓരിയോയി തമ്പുരാൻ സംസ്കൃതമയമായി ശാകുന്തളം പരിഭാഷപ്പെടുത്തിയപ്പോൾ വെൺമണി മാത്രമാണ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. കേരളവർമ്മയെപ്പറ്റി പറയുമ്പോൾ ഞാനത് കൂടുതൽ വിശദീകരിക്കാം. ശകുന്തളയുടെ ആവലാതി എന്ന പേരിൽ ആണ് ആ പരസ്യമായി അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. നായാട്ടിൽ കൊതിയുള്ള കേരളവർമ്മ തമ്പുരാൻ മൃഗയാവിന് സ്മരണകൾ എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നായാട്ട് ചിന്തകളാണ്. കേരളവർമ്മയുടെ മുമ്പിൽ ഞാൻ പോയിട്ടേ ഇല്ല എന്നാണ് ശകുന്തള പറയുന്നത്. പിന്നെ എന്തിനാണ് യായു ഭാഷയ്ക്ക് വേണ്ടി പരമിക വഴുതേ ബുദ്ധി വെച്ച ഒരു വീരൻ കോയിപ്പണ്ടാല നമ്മെ കഠിനമിക പിടിച്ചാൽ എന്തിനായി മാന്തിടുന്നു എന്നാണ്. ഈ കേരളവർമ്മ തമ്പുരാൻ എന്തിനാ എന്നെ ഇങ്ങനെ മാന്തണത് എന്നാണ് ശകുന്തള ചോദിച്ചത്. അത്ര നർമ്മം വെൺമണിക്ക് ജന്മസിദ്ധമാണ്. ഇത് ജീവിതത്തോടുള്ള നിസ്സംഗതയിൽ നിന്നാണ് ജനിക്കുന്നത്. ജൂബിലി മഹോത്സവം തുള്ളലിൽ മാന്യന്മാർ പലരും ഒത്തുകൂടിയപ്പോൾ അപ്പാതുരയ്യൻ എന്ന ജഡ്ജി മാത്രം എത്തിയില്ല എന്നൊരു ഭാഗമുണ്ട്. എന്നിട്ട് അതിന് കാരണം പറയുന്നത് അപ്പാതുരയ്യൻ എന്ന ജഡ്ജി കുറച്ച് തെക്കാണ് എന്നെഴുതി. അതായത് അപ്പാതുരയ്യൻ ജഡ്ജി മരിച്ചു പോയിരുന്നു എന്നർത്ഥം. പട്ടരുടെ മൂത്രം ഔഷധത്തിനാവശ്യപ്പെട്ടാൽ അയാൾ അതിന് വിലവശകും എന്ന് മറ്റൊരു ദിക്കിൽ കാണാം. അതിദീർഘ സംബോധനകൾ വെൺമണി കവിതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടും. വെൺമണി കൃതികളുടെ ആമുഖത്തിൽ ശിവള്ളി നാരായണനാണ് വെൺമണിയുടെ സമ്പൂർണ്ണ കൃതികൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു മുഖവരിയോടുകൂടി അദ്ദേഹം ചിലത് ഉദ്ധരിക്കുന്നുണ്ട്. പാരിൽ പേർ കൊണ്ട പങ്കേരുഹ ദളമിഴിമാർ വാർമുടിക്കെട്ടു തെന്നൽ പാരം ഭംഗ്യാ വിളങ്ങും പരിണിത രജനീകാന്ത കാന്താനനെ എന്നാണ് ഒരു സംബോധന. മറ്റൊരു സംബോധന ഉമ്പർകോനുടെ കൊമ്പനാനയുടെ കുംഭവും കനക കുംഭവും കുമ്പിടുന്ന കുജകുംഭമുള്ളവരിൽ മുമ്പ് തേടി വിലസും പ്രിയേ എന്നാണ്. ഗൗഡസാരസ്വത ബ്രാഹ്മണരെ വർണ്ണിക്കുമ്പോൾ കുങ്കണിമാരെ വർണ്ണിക്കുമ്പോൾ പുത്തൻ പൂച്ചക്കുരു പാൽക്കവിടി ഇവയേഴും മാല മാറത്തു തൂക്കി കിറ്റിയരെ കൊള്ളബേ നക്കബേ കൊണിലക്കി എന്നിത്തരം മത്തുരച്ച് എന്ന തനി സ്ലാങ്ങാണ് അദ്ദേഹം ഉപയോഗിക്കുക. ഉപരിപ്ലവമായ പ്രതിപാദനം, പ്രാദേശിക ഭാഷയോടുള്ള മമത, തികഞ്ഞ വാസനാ വൈഭവം, ഉദാസീനത, അങ്ങനെ 4 അതിരുകൾക്കുള്ളിൽ പെട്ടുപോയി വെൺമണിയുടെ കാവ്യലോകം. ജന്മസഹജമായ നർമ്മബോധം ചിലപ്പോഴെങ്കിലും സഭ്യേതരമാകുന്ന ശൃംഗാരരസ പ്രതിപത്തി, അതിലൊതുങ്ങുന്നു വെൺമണി കവിത. ഇത് നമ്മൾ അടുത്ത ആളിലേക്കാണ് കിടക്കുന്നത്. ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ.
ഒടുവിൽ കുശികൃഷ്ണ മേനോൻ്റെ രചനകളിലൂടെയാവാം ഇനിയുള്ള പര്യടനം. ആലത്തൂർ പരമേശ്വരൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. ഒടുവിൽ കുഞ്ഞിക്കുട്ടിയമ്മ ആണ് അമ്മ. 1870 ജനിച്ചു. നാട്ടിൻപുറത്ത് സ്കൂളിൽ പഠിച്ചു. ഹൈസ്കൂൾ പഠനം തൃശ്ശൂരായിരുന്നു. എറണാകുളം മഹാരാജാസിൽ നിന്നാണ് ഇൻ്റർ പാസ്സായത്. അതും രണ്ടാമത്തെ തവണ. ആദ്യവട്ടം തോറ്റു. തോറ്റിട്ട് വടക്കാഞ്ചേരിയിൽ അധ്യാപകനായി. പിന്നെ മദ്രാശിയിൽ പോയി ഇൻ്റർ എഴുതി ജയിച്ചു. 2 വർഷം വീണ്ടും അധ്യാപക വൃത്തി നടത്തി. തിരുവനന്തപുരത്ത് പഠിച്ച് BA പാസ്സായി. അവിടെ രാമാനുജൻ പത്രത്തിൻ്റെ പത്രാധിപത്യം വഹിച്ചു. BA പാസ്സായത് 1ാം റാങ്കോടുകൂടിയാണ്. കൊച്ചിയിൽ ഹജൂർ കച്ചേരിയിൽ ഉദ്യോഗസ്ഥനായി. 3 വിവാഹങ്ങൾ കഴിച്ചു. ആദ്യ ഭാര്യ ഇഷ്ടിയാണത്ത് മൂകാംബിയമ്മ. അവർ മരിച്ചപ്പോൾ ചിന്നമ്മൂമ്മ എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവരായിരുന്നു വാസ്തവത്തിൽ ഒടുവിലിൻ്റെ സാഹിത്യ സഖി. അവരുടെ മരണശേഷം ആച്ചാട്ടിൽ കൊച്ചുകുട്ടിയമ്മയാണ് വിവാഹം ചെയ്തത്. പല ദിക്കിലും അദ്ദേഹം മജിസ്ട്രേറ്റ് ഉദ്യോഗം നോക്കി. എറണാകുളം മജിസ്ട്രേറ്റ് ആയിരിക്കുമ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ കൃതികൾ മലയാളത്തിലാക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അത് നടന്നില്ല. ഒടുവിലിൻ്റെ സഹോദരി അമ്മുക്കുട്ടിയമ്മ പന്തളം കേരളവർമ്മ തമ്പുരാൻ്റെ ഭാര്യയാണ്. 1916 കുഞ്ഞികൃഷ്ണ മേനോൻ 46ാമത്തെ വയസ്സിൽ മരിച്ചു. മലയാളത്തിലെ ആദ്യകാല ചെറുകഥാകാരന്മാരിൽ പ്രമുഖനാണ് ഒടുവിൽ. എങ്കിലും ഇവിടെ അദ്ദേഹത്തിൻ്റെ പദ്യകൃതികളെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. സ്തോത്രകൃതികൾ, കഥാകാവ്യങ്ങൾ, സമസ്യാപൂരണങ്ങൾ, കത്തുകൾ എന്നിങ്ങനെയാണ് പതിവുള്ള എല്ലാ കാവ്യശാഖകളിലും മേനോൻ തൻ്റെ സാമർഥ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തികഞ്ഞ ദേവീഭക്തനായിരുന്നു മേനോൻ. അദ്ദേഹം രചിച്ച സ്തുതികൾ ലാളിത്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. ചില സ്തുതികളിൽ സഹജമായ നർമ്മം ഒളിചിതറുന്നുണ്ട്. ഓടുന്നു ഹന്ത നിമിഷം പ്രതി ജീവിതാംശം, കൂടുന്നു പാപമതിൽ ക്രമം ഒത്തുതന്നെ, വീടും നതാങ്കി ധനധാന്യവും വസ്തു, കണ്ണുമൂടുന്ന നേരം അവിടുന്ന് അരികത്ത് വേണം എന്ന ശ്ലോകത്തിലെ ആസ്തിക്യബോധത്തിൻ്റെ മുഖമുദ്ര ലാളിത്യമാണ്. ചില ശ്ലോകങ്ങളിൽ അല്പം നർമ്മം കാണാം. ആനത്തുകൽത്തുകയിലെടുത്ത് സുമാസ്ത്രശസ്ത്രസ്ഥാനത്തു നിൽപ്പൊരു മുതുച്ചിടയൻ്റെ നേരെ, മാനത്തിൽ പൂണ്ട മിഴിവിട്ടു വലച്ചു ദേഹദാനത്തെ വാങ്ങിയ വരാങ്കി വരം തരേണം എന്നാണ്. കാമദേവനെ ദഹിപ്പിച്ച ശിവനെ കടാക്ഷം കൊണ്ട് കീഴടക്കി ഉടല് പകുതി വാങ്ങിയ പാർവതി സഹായിക്കണേ എന്നർത്ഥന. അദ്ദേഹത്തിൻ്റെ പ്രധാന പദ്യകൃതികളിൽ വിനോദിനി, രത്നാവലി, ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വധം, ഉപഘോഷ, ഒരു പതിവ്രതയുടെ കഥ, ചിറ്റൂർ നമ്പൂതിരിപ്പാട് എന്നിവ ഉൾപ്പെടുന്നു. 125 ശ്ലോകങ്ങളുടെ വിനോദിനിയാണ് ഇവയിൽ ഏറ്റവും നീണ്ട കൃതി. ഒരു രാജകുമാരൻ കാശി രാജകുമാരിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്ന കഥ ഒട്ടും മുഷിച്ചിൽ തോന്നാതെ പറഞ്ഞൊപ്പിച്ചിരിക്കുന്നു. അതിലൊരു ശ്ലോകം വളരെ പ്രസിദ്ധമായിരുന്നു അക്കാലത്ത്. അല്ലയോ പറക കട്ടിലേ നിനക്കില്ലയോ ചെറുതുമല്ല മാനസേ, പല്ല വാങ്ങിയ വഹിച്ചിരുന്നതിൽ നല്ല കാലം ഇനി വന്നു കൂടുമോ എന്ന ശ്ലോകം. നീതിന്യായ വകുപ്പിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച മേനോന് പോലീസുകാരുടെ കുതന്ത്രങ്ങളും അന്യായങ്ങളും നല്ല നിശ്ചയമായിരുന്നു. അവരോടല്പം വിരോധം തന്നെയുണ്ടായിരുന്നു. ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വധം, ഒരു പതിവ്രതയുടെ കഥ എന്നീ 2 കവിതകളും അഴിമതിക്കാരായ പോലീസുകാരെ കഥാപാത്രങ്ങളാക്കുന്നതാണ്. ഒരു പക്ഷി എങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് പുലിയെ പലവട്ടം തുരത്തുന്നു എന്ന കുട്ടിക്കഥയാണ് ഒരു പട്ടിക്കഥ. കുറിയേടത്തു യാത്രയുടെ വിചാരണയുടെ പശ്ചാത്തലത്തിലാണ് അപരാധിയായ അന്തർജനം എന്ന കൃതി എഴുതിയത്. ലക്ഷ്മി വിലാസ ശതകം കേരളവർമ്മ വലിയ തമ്പുരാനെ സ്തുതിക്കുന്ന കൃതിയാണ്. തമ്പുരാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. വിഷ്ണു അങ്ങനെ ഭൂമിയിൽ പിറന്നപ്പോൾ അസുരന്മാർ നാഥനില്ലാതായ ദേവലോകത്തെ ആക്രമിച്ചു. ഉടൻ തന്നെ വിഷ്ണുവിനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി ശിവൻ കോയിത്തമ്പുരാൻ്റെ പത്നിയായ ലക്ഷ്മിയെ സ്വർഗസ്ഥയാക്കി. പിന്നാലെ സ്വർഗം പോകാൻ പുറപ്പെട്ട കോയിത്തമ്പുരാനെ മറ്റൊരു പ്രിയപത്നിയായ ഭൂമിദേവി തടഞ്ഞു. 120 കൊല്ലം താൻ ഭൂമിയിലുണ്ടാവാം എന്ന് വിഷ്ണു സമ്മതിക്കുന്നു. കോയിത്തമ്പുരാന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നതിന് വേണ്ടി എഴുതപ്പെട്ട കൃതിയാണിത്. രചനാഭംഗിയിൽ അന്നത്തെ നിലയിൽ നോക്കിയാൽ ഇത് മികച്ചത് തന്നെയാണ്. കോയിത്തമ്പുരാൻ്റെ പത്നി മഹാലക്ഷ്മിയുടെ അവതാരമാണ് എന്നാണ് കൽപ്പന. ആ ദേവിയുടെ പരിചരണത്തിന്, അവിടെ കാവ്യഭാവനയാണ്, ആ ദേവിയുടെ പരിചരണത്തിന് മുഖമായിട്ട് ചന്ദ്രനും, കുറുനിരയായി താമരപ്പൂവിലെ വണ്ടുകളും, കണ്ണായിട്ട് മത്സ്യവും, വാക്കായിട്ട് അമൃതും, കഴുത്തായിട്ട്
ശംഖും ഭൂമിയിലെത്തി എന്നാണ് കൽപ്പന. അപ്പോൾ അബ്ധിക്കകത്ത് അടിയിലുള്ളൊരു കൂരിരുട്ടി വൃത്താന്തം അങ്ങനെ അറിഞ്ഞ് അരികത്തണഞ്ഞു. പ്രത്യക്ഷമായളവ് ചന്ദ്രമുഖം സമീക്ഷിച്ച് അത്യന്ത ഭീതിയോട് പിന്നിൽ ഒളിച്ചു മാറി എന്നാണ് കൽപ്പന. ഈ തമ്പുരാട്ടിയുടെ മുഖമാകുന്ന ചന്ദ്രനെ കണ്ടിട്ട് സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഇരുട്ട് പേടിച്ച് പിന്നിലേക്ക് മാറി എന്നാണ് തലമുടിയുടെ വർണ്ണന. മെഡലിനർഹപ്പെട്ട പദ്യങ്ങൾ ബ്രിട്ടീഷ് രാജവംശത്തിലെ പ്രമാണിമാരെ തൊട്ടുപിടിഞ്ഞ് ആംഗ്ലേയ ചരിത്രത്തിലൂടെ നടത്തുന്ന ഒരു ഓട്ടപ്രദർശനമാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ പലതും കൂട്ടുകവിതകളാണ്. രത്നാവലി, ഉപഘോഷ, ചിറ്റൂർ നമ്പൂതിരിപ്പാട്, ആഞ്ജനേയ വിജയം, ചണ്ഡാലീമോക്ഷം, പഞ്ചാംഗി എന്നിവ. തനിക്ക് അനുവദിച്ച് കിട്ടിയ ഭാഗം അദ്ദേഹം ഭംഗിയായി എഴുതി. അടുത്ത ഭാഗം എന്ത് എന്ന ആകാംക്ഷ ജനിപ്പിക്കുന്ന മട്ടിൽ തന്നെ. ദ്രാവിഡ വൃത്തങ്ങളിലാണ് ചുവടുമാറി എഴുതിയ അജാമിള മോക്ഷം അദ്ദേഹത്തിൻ്റെ രചനകളിൽ മികച്ചതാണ്. നല്ല വാക്ചിത്രങ്ങൾ ഈ കൃതിയിലുണ്ട്. ആസന്നമരണനായ അജാമിളൻ്റെ ചുറ്റും എത്തിയ യമഭടന്മാരുടെ ചിത്രം നോക്കൂ. വാക്കുകൊണ്ട് ചിത്രം വരയ്ക്കുകയാണ്. വട്ടക്കണ്ണുരുട്ടി തീക്കട്ട ചുറ്റും പറപ്പിച്ചു, കുട്ടിത്തിങ്കൾ വടി വാർന്ന് ദംഷ്ട്രകൾ കാട്ടി, ഊക്കാനായ കുഴൽ പോലെ മൂക്കിനോട്ട വലൂതാക്കി, നാക്കു നീട്ടി പലകപ്പല്ല് ഇടിച്ചു കാട്ടി, ഹസ്തിമാല, കുഴൽമാല, മസ്തകങ്ങൾ കോർത്തമാല, ഇത്തരങ്ങൾ ചാർത്തിട്ടുള്ള കഴുത്തിട്ടാടി. മദ്രാശി കടൽക്കര എന്നൊരു പച്ച മലയാള കൃതിയും മേനോൻ എഴുതി. സമസ്യാപൂരണങ്ങളിൽ മേനോൻ്റെ നർമ്മം ഹൃദ്യമാണ്. കക്കും മനുഷ്യരുടെ ചരിത്രം വിചിത്രം നനച്ചാൽ എന്നൊരു സമസ്യ. മോഷ്ടിക്കുന്ന ആളുകളുടെ കഥ ആലോചിച്ചാൽ അത്ഭുതം എന്നുള്ള അർത്ഥത്തിൽ കക്കും മനുഷ്യരുടെ ചരിത്രം വിചിത്രം നനച്ചാൽ എന്നൊരു സമസ്യയുണ്ട്. അതിന് മേനോൻ എഴുതിയ പൂരണം ഇതാണ്. ആരും കാണാതെ ഒളിച്ചങ്ങനെ നിശയിൽ ഒരേടത്തു ചെന്ന് അല്പവിത്തം പാരം കൂടും ഭയാൽ കട്ടിടും ഒരു കളവിന് അത്ഭുതം തെല്ലുമില്ല. ആരും കാണാതെ രാത്രിയിൽ പതുങ്ങിച്ചെന്ന് പേടിയോടുകൂടി കുറച്ച് സ്വർണ്ണമൊക്കെ കട്ടെടുക്കുന്നതിൽ അതിൽ അത്ഭുതം തോന്നാനൊന്നുമില്ല എന്നാണ്. ആരും കാണാതെ ഒളിച്ചങ്ങനെ ദിശയിൽ ഒരേടത്തു ചെന്ന് അല്പവിത്തം പാരം കൂടും ഭയാൽ കട്ടിടുമൊരു കളവിന് അത്ഭുതം തെല്ലുമില്ല. എന്നാലോ സാരംഗാക്ഷി ജനത്തിൻ ഹൃദയധനം അനേകം ജനം നോക്കി നിൽക്കെ നേരം കൂസാതെ കക്കും മനുഷ്യരുടെ ചരിത്രം വിചിത്രം നനച്ചാൽ. ഒരുപടി ആളുകൾ നോക്കി നിൽക്കുമ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീയുടെ മനസ്സ് കട്ടെടുക്കുന്ന ആ കളവുണ്ടല്ലോ, കക്കും മനുഷ്യരുടെ ചരിത്രം വിചിത്രം നനച്ചാൽ. ഏത് രസവും വർണ്ണിച്ച് ഫലിപ്പിക്കാൻ അന്നത്തെ ഏത് എഴുത്തുകാരനെയും പോലെ വൈവിധ്യം മേനോനുമുണ്ടായിരുന്നു. ധർമ്മത്തിന് ഉദാഹരണമാണ് മുകളിൽ ഉദ്ധരിച്ച സമസ്യാപൂരണം. അദ്ദേഹത്തിൻ്റെ കവിമൃഗാവലിയിലും കവിരാമായണ യുദ്ധം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഗതി നേരം പോക്കുളവാക്കുന്ന കൽപ്പനകൾ കാണാം. മഹാരോഗം പിടിപെട്ടു വീഴുന്ന ചണ്ഡാലിയുടെ വർണ്ണന ബീഭത്സരസം ആവിഷ്കരിക്കുന്നതിന് ഉദാഹരണമാണ്. തൻ്റെ ആദ്യ പത്നിയുടെ നിര്യാണത്തിൽ അകന്നൊന്ന് അദ്ദേഹം എഴുതിയതാണ് കരുണരസം കിനിയുന്ന ഈ ശ്ലോകം. ഭൂലോകം ശൂന്യമായി, ഹൃദയമൊരു തമോമണ്ഡലം പോലെയായി, ത്രൈലോക്യത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയകരണം മൂർത്തിയും ശത്രുവായി, താലോലിക്കേണ്ടുമെൻ കുട്ടികൾ ഇരുവരുമൻ രണ്ടു തോളത്തുമായി, പാലയിലും പാടി മൽപ്രേയസി ഇവനെ വെടിഞ്ഞ് ഈശ്വരോ രക്ഷ രക്ഷ. PC ബാലകൃഷ്ണൻ പണിക്കരുടെ ഒരു വിലാപത്തിലെ ശ്ലോകങ്ങളോടൊക്കെ അടുത്ത് നിൽക്കുന്നതാണിത്. കുറച്ച് നാടോടിപ്പാട്ടുകൾ മേനോൻ്റെ വകയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം കൊയ്ത്തുകാലം ആണ്. ആ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് സുപരിചിതമായ കൊയ്ത്തിനെപ്പറ്റി എഴുതിയിട്ടുള്ള അതിമനോഹരമായ ഈ രചന ഏറെക്കാലം നമ്മളുടെ പ്രൈമറി പാഠപുസ്തകങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. നാട്ടിൻപുറങ്ങളിലുള്ള കുട്ടികൾക്കു നല്ലോരോണം വിട്ടാൽ പിന്നെ കൊയ്ത്തുകാലം വിശേഷമല്ലോ എന്നാരംഭിക്കുന്ന ആ കാവ്യം മഞ്ഞു വീഴും മുമ്പേ എൻ്റെ കുഞ്ഞുങ്ങളെ പോന്നിടാഞ്ഞാൽ നഞ്ഞടപ്പും മൂക്കടപ്പും വന്നു വെട്ടേക്കും എന്നവസാനിക്കുന്ന 20 വരി അത് വല്ലാത്തൊരു ഗൃഹാതുരത്വം ഉളവാക്കുന്ന രചനയാണ്. കവിതയെപ്പറ്റി മേനോനുണ്ടായിരുന്ന സങ്കല്പം എന്താണ് അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ജാതിഭേദമല്ല കാര്യം, നല്ലൊരർത്ഥം ഭാവം രസം നൂതനാലങ്കാരം പാകം ഒക്കെ ഇണക്കി, വേണ്ട മട്ടിൽ പദം വെച്ചു കൊണ്ടെന്നാൽ കുറത്തിയും
രണ്ടു പക്ഷമില്ല മൂലമാർക്കും ഉണ്ടാക്കും. ഇനി നമ്മൾ മറ്റൊരു കവിയിലേക്ക് പ്രവേശിക്കുന്നത് നടുവത്ത് അച്ഛൻ നമ്പൂതിരിയുടെ ചില രചനകളെ പറ്റിയാണ് തുടർന്ന് പരിഗണിക്കുന്നത്. ഈയിടെ നടുവം കൃതികൾ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഈ മഹൻ്റെയും കൃതികൾ 2 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് ഡോക്ടർ എം ലീലാവതി അതിമനോഹരമായ ഒരു ആമുഖം എഴുതിയിട്ടുണ്ട്. വെൺമണി കാലഘട്ടത്തെപ്പറ്റിയും നടുവം കവിതകളെയും പറ്റിയും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലീലാവതിയുടെ ആ ലേഖനം ഒഴിവാക്കാനാവില്ല. വെൺമണി പാരമ്പര്യത്തിലാണ് നടുവം കവികളെ ഉൾപ്പെടുത്തി സാധാരണ ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ ശൃംഗാര ഹാസ്യ രസങ്ങളുടെ കാര്യത്തിൽ വെൺമണി പാരമ്പര്യവുമായി ഒരു സാമ്യവും നടുവം കവിതകൾക്കില്ല എന്നതാണ് വാസ്തവം. നടുവം ഇല്ലം ആദ്യകാലത്ത് അത്യന്തം ദരിദ്രമായിരുന്നു. 1841 നടുവത്ത് അച്ഛൻ നമ്പൂതിരിയുടെ ജനനം. പേര് ദിവാകരൻ നമ്പൂതിരി. അദ്ദേഹം ജനിക്കുന്നതിന് 6 മാസം മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. ദരിദ്രയായ അന്തർജനം, വിധവയായ സ്ത്രീ പശുക്കളെ വളർത്തി പാല് വിറ്റിട്ടാണ് ഉപജീവനം നടത്തിയിരുന്നത്. ഉപന്യവും സമാവർത്തനവും ബന്ധുഗൃഹങ്ങളിൽ വെച്ചാണ് നടന്നത്. അമ്മാത്ത് വെച്ചായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം, അതായത് അമ്മയുടെ വീട്ടിൽ വെച്ച്. 1856-57 കാലത്ത് അദ്ദേഹം തൃപ്പൂണിത്തുറയിലെത്തി. അവിടെ ഗോവിന്ദൻ നമ്പ്യാർ എന്നൊരാളുടെ ശിഷ്യനായി. സഹപാഠി പ്രസിദ്ധ പണ്ഡിതനായിരുന്ന കൈക്കുളങ്ങര രാമവാര്യരായിരുന്നു. ഇദ്ദേഹം ഇല്ലത്ത് അച്ഛൻ അപ്പൻ നമ്പൂതിരിയായിരുന്നുവെങ്കിലും അന്യം നിൽക്കാറായ മറ്റൊരു സമ്പന്ന ഇല്ലത്തിൽ നിന്നും വേളി കഴിക്കേണ്ടി വന്നു. അപ്പോൾ കുറേ സ്വത്ത് കിട്ടി. പിന്നെ അന്യം നിന്ന മറ്റൊരു ഇല്ലത്തെ സ്വത്തും കൊച്ചി രാജാവ് നടുവത്തിന് നൽകി. ഇതിനിടയിൽ വൈദ്യം പഠിച്ച് നാട്ടുചികിത്സയിലൂടെയും സമ്പത്ത് നേടി. അങ്ങനെ ഏറെക്കുറെ ധനികനായ അദ്ദേഹം 1912 മരിക്കുന്നത്. ഭഗവദ്ദൂത്, അക്രൂര ഗോപാലം എന്നീ 2 നാടകങ്ങൾ, അഷ്ടമിയാത്ര, ശൃംഗേരി യാത്ര എന്നീ യാത്രാവിവരണങ്ങൾ, കർണപർവ്വത്തിൻ്റെ കുറേ ഭാഗം പരിഭാഷ, അംബോപദേശം, കത്തുകൾ, മുക്തകങ്ങൾ, ചില കൈകൊട്ടിക്കളിപ്പാട്ടുകൾ എന്നിവയാണ് കൃതികൾ. അംബോപദേശം എഴുതുക അന്നത്തെ ഒരു രീതിയായിരുന്നു. അതുകൊണ്ടാണ് നടുവവും അങ്ങനെ ചെയ്തത്. ഒരു വൃദ്ധയായ വേശ്യ തൻ്റെ പൗത്രിക്ക് വേശ്യാവൃത്തിയുടെ പ്രത്യേകതകൾ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് അംബോപദേശങ്ങൾ. ധാർമ്മികമായി ഇത് തെറ്റാണ് എന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന നടുവം കാവ്യാവസാനം ഉപദേശം മനസ്സിലാക്കിയ യുവതി അവ അനുസരിക്കാതെ ധാർമ്മിക ജീവിതം നയിച്ചു എന്ന് പറയുന്നുണ്ട്. നേരം പോക്കിന് വേണ്ടിയാണ് താൻ അങ്ങനെയൊന്ന് ചെയ്തത് എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയെപ്പറ്റി മാത്രം പറയാം. അത് ഭഗവദ്ദൂത് നാടകമാണ്. സംസ്കൃത നാടക വിവർത്തനത്തിനല്ല, സ്വതന്ത്രമായൊരു നാടകം രചിക്കാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. ഒരു പുരാണ കഥാസന്ദർഭത്തെ ഇത്രയും ഔചിത്യപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ഒരു കൃതി ആ കാലത്ത് വേറെ ഉണ്ടായിട്ടില്ല. ഈ ഓട്ടപ്രദർശനത്തിനിടയിൽ കൃതിയുടെ വിശദമായ ആസ്വാദനത്തിന് തുനിയുന്നില്ല. ലീലാവതി ടീച്ചറുടെ പഠനത്തിൽ ചൂണ്ടിക്കാണിക്കാത്തൊരു കാര്യം മാത്രം ഇവിടെ എടുത്തു പറയാം. മഹാഭാരത യുദ്ധത്തിന് മുമ്പ് കൗരവ പാണ്ഡവന്മാർ ശ്രീകൃഷ്ണൻ്റെ സഹായം തേടിയല്ലോ. കൗരവന്മാർക്ക് സൈന്യം, പാണ്ഡവപക്ഷത്ത് നിരായുധനായിത്താൻ. ഇതായിരുന്നു സന്ദർശനത്തിൻ്റെ ഫലം. അസമതുലിതം എന്ന് തോന്നുന്ന ഈ വിഭജനത്തിന് എത്ര സരസമായൊരു വ്യാഖ്യാനമാണ് നടുവം പിന്നീട് നൽകുന്നത്. ദൂതനെത്തിയ കൃഷ്ണനെ ബന്ധിക്കുവാൻ ദുര്യോധനൻ ഒരുമ്പെട്ടു. ദൂതൻ എതിർക്കാൻ പാടില്ല, ദൂതനെ ആക്രമിക്കാൻ പാടില്ല. ഇതാണ് അന്നത്തെ രാജനീതി. പക്ഷെ ദുര്യോധനൻ രാജനീതി ലംഘിച്ചു കൃഷ്ണനെ ബന്ധിക്കാൻ തുടങ്ങി. ദൂതവേഷത്തിലെത്തിയ ഭഗവാന് ദൂതൻ്റെ മര്യാദ അനുസരിച്ച് എതിർക്കാൻ വയ്യല്ലോ. ദുര്യോധന സൈന്യം ഭഗവാനെ ബന്ധിക്കാൻ ഒരുപ്പെടുമ്പോൾ ദുര്യോധനൻ മുമ്പേ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന കൃഷ്ണൻ്റെ സൈന്യം അണിനിരന്നു. അവരുടെ സേനാനായകനായ കൃതവർമാവ് കോപിഷ്ഠനായിട്ട് പറഞ്ഞു, മൽസ്വാമിയർ തൊട്ടാൽ എന്നോട് മട്ടുമാറുമെന്ന് കൃതവർമാവ് ഇല്ലും കുലച്ച് എന്ന്. അഷ്ടമിയാത്ര, ശൃംഗേരി യാത്ര എന്നീ 2 യാത്രാകാവ്യങ്ങൾ നടുവൻ രചിച്ചിട്ടുണ്ട്. അതിൽ ശൃംഗേരി യാത്ര നടത്തിയത് കവിയല്ല, കവിയുടെ സുഹൃത്താണ്. എന്നാലും കവി തന്നെ യാത്ര നടത്തി എന്ന് തോന്നുന്ന മട്ടിലാണ് വർണ്ണന. ശൃംഗേരിയിൽ ചെന്ന് ശങ്കരാചാര്യരെ കണ്ട് ഉപദേശവും അനുഗ്രഹവും നേടുന്നതിൻ്റെ വിവരണമാണ് കൃതി.
ധ്യാനനിരതനായിരിക്കുന്ന ശങ്കരാചാര്യസ്വാമികളെ വർണ്ണിക്കുന്നത് ധ്യാനനിരതനായ ശിവനെ കാളിദാസൻ വർണ്ണിക്കുന്നതിൻ്റെ ചുവട് പിടിച്ചാണ്. ആശ്രമ പരിസര വർണ്ണനയിൽ സിംഹവും പശുവും മാനും പുലിയും പാമ്പും തവളയും പരസ്പരം ഉപദ്രവിക്കാതെ ജീവിക്കുന്ന തപോവനങ്ങളുടെ വർണ്ണനയുടെ രീതിയിലാണ്. വെക്കത്തഷ്ടമിക്ക് ചില സുഹൃത്തുക്കളുമായി പോയതും അവിടെ കേരളവർമ്മ വലിയോയി തമ്പുരാനെ കണ്ട് കുശലം പറഞ്ഞതുമാണ് അഷ്ടമി യാത്രയുടെ പ്രമേയം. കണ്ടുമുട്ടിയപ്പോൾ സംസ്കൃത പദബഹുലമായ ശൈലിയിലാണ് തമ്പുരാൻ്റെ കുശലാന്വേഷണം. തനി മലയാളത്തിൽ നടുവം മറുപടി പറയുന്നു. ഹേ വിപ്ര, താങ്കൾ അവിടുന്ന് ജവേന പോന്നത് ആവിപ്രയോഗ ശകടം വഴിയായിരിക്കാം എന്ന് തമ്പുരാൻ്റെ ചോദ്യം. ആവിപ്രയോഗ ശകടം തീവണ്ടിയാണല്ലോ. ഹേ വിപ്ര, താങ്കൾ അവിടുന്ന് ജവേന പോന്നത് ആവിപ്രയോഗ ശകടം വഴിയായിരിക്കാം. തീവണ്ടി കയറി എറണാകുളം എത്തി പിന്നെ കേവഞ്ചിയാണ് അവിടെ നിന്ന് ഇവിടം വരേക്കും. സംഭാഷണത്തിനിടയിൽ മുൻപ് നടുവത്തിൻ്റെ ഒരു പുത്രൻ്റെ മരണത്തിൽ ദുഃഖിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ശ്ലോകങ്ങൾ മനോരമയിൽ കണ്ട കാര്യം കേരളവർമ്മ ഓർക്കുന്നുണ്ട്. പണ്ടാ മനോരമയിൽ ആത്മജവിപ്രയോഗം കൊണ്ട് ആർത്തിമൂത്ത് എഴുതിവിട്ട വിലാപപത്രം കണ്ടെന്ന് കണ്ണുകൾ നിറഞ്ഞ് ഇടനെഞ്ഞു പൊട്ടി കൊണ്ടൊക്കെ നോക്കി വിധികൽപ്പിതമാർക്കു നീക്കാം എന്ന് കേരളവർമ്മ പറഞ്ഞു അത്രേ. നടുവം മകൻ്റെ മരണത്തിൽ ദുഃഖിതനായി എഴുതിയ ഈ ശ്ലോകങ്ങൾ മനോരമയ്ക്ക് എഴുതിയ കത്തുകളുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ആദ്യത്തെ വിലാപകാവ്യം ഇതാവാം. ഹൃദയസ്പൃക്കാണ് അതിൻ്റെ രചന. വയ്യാതെ കണ്ട് വലയുമ്പോൾ എൻ്റെ കാലും കയ്യും തിരുമ്പി അഴലാറ്റി വരും കുമാരൻ, ചെയ്യേണ്ടതോ ഒരു ഉദകക്രിയ ഹന്ത ഞാൻ താൻ ചെയ്യേണ്ടി വന്നു ശിവനെ തകരുന്നു ചിത്തം. അച്ഛൻ്റെ ഉദകക്രിയ മകൻ ചെയ്യേണ്ടതിന് പകരം ഇപ്പം മകൻ്റെ ശ്രാദ്ധം അച്ഛൻ ഊട്ടേണ്ടി വന്നല്ലോ എന്നാണ്. വയ്യാതെ കണ്ട് വലയുമ്പൊഴുത് എൻ്റെ കാലും കയ്യും തിരുമ്പി അഴലാറ്റി വരും കുമാരൻ, ചെയ്യേണ്ടതായൊരു ഉദകക്രിയ ഹന്ത ഞാൻ ചെയ്യേണ്ടി വന്നു ശിവനെ തകരുന്നു ചിത്തം. കാണാതെ കാൽക്ഷണമിരിക്കയിൽ അപ്പോഴേറെ കേടിയിടും അങ്ങനെ ഇരുന്ന കുമാരൻ ഇപ്പോൾ പ്രാണൻ വെടിഞ്ഞു പരലോകമണഞ്ഞു, ഞാനോ ഞാണറ്റ വില്ലിനു കിടക്ക് കിടന്നിടുന്നു. പ്രാസവാദത്തിൽ നടുവം കേരളവർമ്മയുടെ ചേരിയിൽ തന്നെയായിരുന്നു. രാജരാജവർമ്മയ്ക്ക് അദ്ദേഹം അയച്ച ഒരു കത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വാസന തികവുള്ള ഭവാൻ പ്രാസം ഉപേക്ഷിച്ചത് എന്തൊരാവശ്യം. സമസ്യാപൂരണങ്ങളിൽ അദ്ദേഹം അഭിനമിച്ചിരുന്നു. മറ്റുള്ളവരുടെ സമസ്യകൾ പൂരിപ്പിക്കുന്നതിലും മറ്റുള്ളവർ തൻ്റെ സമസ്യകൾ പൂരിപ്പിക്കുന്നതിലും അതിയായ താല്പര്യം അദ്ദേഹം കാണിച്ചു. മുൻപൊരിക്കൽ നമ്മൾ സൂചിപ്പിച്ച കറുത്ത വാവിൽ പരിപൂർണചന്ദ്രൻ എന്ന വിഷമ സമസ്യയുടെ പൂരണം നിയോ ക്ലാസിക് മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ വളരെ ഹൃദ്യം തന്നെയാണ്. തരത്തിലി തന്വി മുഖേന്ദു തൻ പിൻപുറത്ത് കാർവേണി വിടർത്തിടുമ്പോൾ, തരത്തിലി തന്വി മുഖേന്ദു തൻ പിൻപുറത്ത് കാർവേണി വിടർത്തിടുമ്പോൾ പെരുത്തൊരത്യത്ഭുതം ഇങ്ങു കാൺമേൻ കറുത്ത വാവിൽ പരിപൂർണചന്ദ്രൻ എന്നാണ്. നടുവം മകൻ്റെ കവിതകൾ 1868 1919 ജീവിതകാലം ഏറെക്കുറെ അച്ഛൻ നമ്പൂതിരിയുടെ കൃതികൾ പോലെ തന്നെയാണ്. സംസ്കൃതത്തിലെ ഉപരിപാഠങ്ങൾ പഠിച്ചത് കൊടുങ്ങല്ലൂർ കെങ്കത്തമ്പുരാട്ടിയിൽ നിന്നാണ്. തുടർന്ന് കൊടുങ്ങല്ലൂർ സർക്കാർ സ്കൂളിൽ അധ്യാപകനായി. ഒരു പക്ഷേ സർക്കാർ സ്കൂളിൽ ജോലി നോക്കുന്ന ആദ്യത്തെ നമ്പൂതിരിയാവാം നടുവം മകൻ എന്ന നാരായണൻ നമ്പൂതിരി. 1900 വരെ കൊടുങ്ങല്ലൂരും പിന്നെ കുറച്ചു കാലം പഴയന്നൂരും ജോലി നോക്കി. ആ വർഷം അനുജൻ മരിച്ചപ്പോൾ ജോലി ഉപേക്ഷിച്ച് കുടുംബഭരണം ഏറ്റെടുത്തു. ചില കൈകൊട്ടിക്കളിപ്പാട്ടുകൾ, പതിവനുസരിച്ച് ഒരു അമ്പോപദേശം, കത്തുകൾ, ഏതാനും ആഖ്യാന കാവ്യങ്ങൾ, ചില ബാലകവിതകൾ, നാടക പരിഭാഷ, സ്തോത്രങ്ങൾ എന്നിവ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധേയമായ കൃതി ആശ്രമപ്രവേശം എന്നതാണ്. മഹാത്മാഗാന്ധി കസ്തൂർബാ ഗാന്ധിക്ക് നൽകുന്ന സതുപദേശമാണ് കാവ്യവിഷയം. നിയോ ക്ലാസികത്തിൻ്റെ സ്വാധീനം പ്രകടമാണ് പല ഭാഗത്തുമെങ്കിലും ഇങ്ങനൊരു വിഷയം അക്കാലത്തൊരാൾ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഏറെ അത്ഭുതകരം തന്നെയാണ്. പുരാണ കഥാസൂചനകളും വേദാന്ത തത്വങ്ങളും സന്ദർഭോചിതമായി നമുക്ക് ഇവിടെ കാണാം. കവിതയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരായ പരാമർശങ്ങളുണ്ട് താനും. വള്ളത്തോളിൻ്റെ ഗാന്ധി സ്തുതികളിൽ പോലും ബ്രിട്ടീഷ് അധികാരത്തോടുള്ള എതിർപ്പില്ല എന്നോർക്കണം. ഗാന്ധി വിജയ പ്രാർത്ഥനാ ശതകം എന്നിവയും മഹാത്മജിയോടുള്ള ആദരവും ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പും വ്യക്തമാക്കുന്നു. അക്കാലത്തെ
ലോകസംഭവങ്ങൾ പലതും ഈ കാവ്യങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവിയുടെ വ്യുൽപ്പത്തി ഭാഷാ വ്യുൽപ്പത്തി മാത്രമല്ല, ലോകപരിജ്ഞാനമാണ് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബ വസ്തുവിൻ്റെ ഒരു ഭാഗം തീവണ്ടിപ്പാത നിർമ്മിക്കാൻ സർക്കാർ ഏറ്റെടുത്തുവെങ്കിലും ഏറെക്കാലം അതിന് വില കിട്ടാതെ വന്നപ്പോൾ അധികാരികൾക്ക് നിവാരണനം നടത്തിയത് ശ്ലോകത്തിലാണ്. ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരെ കുപ്പായമിട്ട എത്തുന്ന പണ്ടാര കഴിവേറികൾ എന്ന് വിളിക്കാനും അദ്ദേഹം മടിച്ചിട്ടില്ല. സർക്കാർ നയത്തെ പരിഹസിക്കുന്ന പ്രസിദ്ധമായ ശ്ലോകം ഇതാണ്: കണ്ടം കണ്ടതെടുത്തിടും. തനിക്ക് നെല്ല് വിതയ്ക്കാനുള്ള കണ്ടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. കണ്ടം കണ്ടതെടുത്തിടും, വില തരാൻ ആരെങ്കിലും ചൊല്ലിയാൽ ശണ്ഠയ്ക്കെത്തിടും. എന്തുപദ്രവം ഇതാർക്കാനും സഹിക്കാവതോ, മിണ്ടിയിടാൻ വഴിയില്ല. കഷ്ടം ഇവൻ ഈ വണ്ണം തുടർന്നാൽ, വിശപ്പുണ്ടായാലതടങ്ങുമോ, കവിമണെ തീവണ്ടി തിന്നാവതോ എന്നാണ്. അദ്ദേഹം എഴുതിയ ബാലകവിത പൂച്ച ഒരു കാലത്ത് നമ്മളുടെ പാഠപുസ്തകത്തിലെ ഒരു വിശിഷ്ട വിഭവം ആയിരുന്നു. ശങ്കരാ നിൻ വീട്ടിൽ എന്തീനി പൂച്ചയെ കിങ്കരനാക്കി വളർത്തിയിടുന്നു എന്നാരംഭിക്കുന്ന രചന കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു. ഇപ്പോഴും അതെ. ഓട്ടക്കണ്ണിട്ടവൻ സൂക്ഷിച്ചു നോക്കുന്നു, നോട്ടം നീ കണ്ടില്ലേ ചീറ്റിക്കൊണ്ടേ, പെട്ടെന്നു ചാടുന്നു മൂഷികനെ പിടിച്ചിട്ടവൻ മണ്ടുന്നു കണ്ടില്ലയോ, അച്ഛൻ കിടക്കും കിടക്കരണ്ടൊരി കൊച്ചേരി ചത്തതു ശിക്ഷയായി എന്നാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള കവിതയാണ്. 1867 ജനിച്ച് 1935 മരിച്ച പെട്ടരഴിയം രാമനേളയത് എന്ന കവിയെപ്പറ്റിയാണ് ഇനി പറയുക. പാണ്ഡിത്യം വളരെയൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലം മുതൽ ദാരിദ്ര്യദുഃഖം അനുഭവിച്ചാണ് വളർന്നത്. സംസ്കൃത പരിജ്ഞാനം തന്നെ കഷ്ടിയാണ്. എന്നാൽ കൊടുങ്ങല്ലൂർ കളരിയുമായുള്ള സഹവാസം ജന്മസിദ്ധമായ കവിതാവാസനയെ വളർത്തി. അമ്പോപദേശം, ഒരു സ്വപ്നം, ഒരു മിടുക്കൻ എന്നിങ്ങനെ ചില കൃതികൾ, കുചേലവൃത്തം, ഏതാനും പാട്ടുകൾ, മുക്തകങ്ങൾ എന്നിവയാണ് ഇളയതിൻ്റെ സൃഷ്ടി. ഫലിതകവി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. കുചേലവൃത്തം എന്ന അപൂർണ കൃതിയാണ് ഏറ്റവും മികച്ചത്. ഒരുപക്ഷെ താൻ അനുഭവിച്ച ദാരിദ്ര്യ ദുഃഖം പകർത്തിയാവാം അദ്ദേഹം ചെയ്തത്. ഈ കടുത്ത ദുഃഖത്തെ പ്രതിരോധിക്കാനാവാം ഫലിതത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. ഫലിതം ചിലപ്പോഴൊക്കെ അശ്ലീലത്തിലേക്ക് ചായുന്നുമുണ്ട്. ഫലിതം മുഖമുദ്രയായ ചില മുക്തകങ്ങൾ ഇന്നും ശ്ലോകസദസ്സുകളിലേക്ക് ഇളയതിനെ ആനയിക്കാറുണ്ട്. ഉദാഹരണമായി ഇളയതിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകം: കറ്റക്കാർ അതിലും കറുപ്പ് കലരും കണ്ണാണ്, കെട്ടിപ്പിടിച്ചൊറ്റക്കയ്യിൽ ഒതുക്കുകില്ലൊരുവനും, മാറിൽ കവിഞ്ഞിടുമേ ചെറ്റെന്ന് ആശയതാരിൽ ആശ എവനും കേറ്റിച്ചുരുണ്ടാണ്, നിൻ കുറ്റം വിട്ടിടതൂർമ്മയുള്ള കുജവും കാർമൂന്തലും വല്ലഭേ. ഉറവങ്കര, കാത്തുള്ളി മേനോൻ, കുണ്ടൂർ നാരായണ മേനോൻ എന്നിങ്ങനെ ഈ പട്ടികയിൽ 6-7 പേരെ പറ്റി കൂടി പറയേണ്ടതുണ്ട്. രചനാകാരിതയിൽ പരസ്പരം മാറ്റിവെച്ചു നോക്കുന്നവരാണ് പലരും. ഇക്കൂട്ടത്തിൽ വിശദാംശങ്ങൾ വിട്ടുകളഞ്ഞ് കുണ്ടൂരിനെ പറ്റി മാത്രം 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. പച്ച മലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവല്ല എങ്കിലും ഏറ്റവും ശ്രദ്ധേയനായ പച്ച മലയാള കവി കുണ്ടൂർ നാരായണ മേനോനാണ്. അതിൽ തർക്കമൊന്നുമില്ല. കാളിദാസ കൃതികളിൽ ചിലത് കുണ്ടൂർ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഗീതാഞ്ജലിക്ക് മലയാളത്തിൽ ആദ്യ വിവർത്തനം നിർവഹിച്ചത്, ഇക്ബാലിൻ്റെ ചില കവിതകൾക്ക് മൊഴിമാറ്റം നടത്തിയത് ഇതൊക്കെ കുണ്ടൂരാണ്. 1861-1936 ആണ് ജീവിതകാലം. കൃഷ്ണദാസ കർത്താവിനെ പറ്റി കുണ്ടൂർ എഴുതിയ സുദീർഘമായൊരു ലേഖനം എന്തുകൊണ്ടോ ശ്രദ്ധിക്കപ്പെടാതെ പോയി. അതീവ ഹൃദ്യമായ ഏതാനും ആഖ്യാന കവിതകളും കുണ്ടൂർ രചിച്ചിട്ടുണ്ട്. അജാമിളമോക്ഷം, മറുകത്ത്, അകവൂർ ചാത്തൻ, നാറാണത്ത് ഭ്രാന്തൻ, വടുതല നായർ, സാമ്പൻ. കൂട്ടുകവിതാരചനയിലും അദ്ദേഹം പങ്കാളിയാണ്. കൊടുങ്ങല്ലൂർ കളരിക്കാരൻ എന്ന നിലയിൽ അല്ല എങ്കിലും ആ പ്രസ്ഥാനത്തിലെ പലരോടും അടുത്തിടപഴകുകയും കവിത, നോവൽ, ഉപന്യാസം എന്നീ ശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും മാസിക പ്രവർത്തന രംഗത്തും ചരിത്ര പഠനത്തിലും നാടോടി വിജ്ഞാനീയ പഠനത്തിലും സാമൂഹിക സേവനത്തിലും സാന്നിധ്യം അനുഭവവേദ്യമാക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് അപ്പൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാമവർമ്മ. കൈരളി വിധേയൻ എന്നറിയാൻ ആഗ്രഹിച്ചിരുന്ന വിനയാന്വിതനായ പ്രതിഭാധനൻ. കൊച്ചി രാജകുടുംബാംഗം. ജീവിതകാലം
1875 തുടങ്ങി 1941 വരെ. കുലമര്യാദ അനുസരിച്ച് സംസ്കൃതം പഠിച്ചു. പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി. കെമിസ്ട്രി ഐച്ഛിക വിഷയമായി മദ്രാസിയിൽ കോളേജ് വിദ്യാഭ്യാസം തുടർന്നുവെങ്കിലും അത് പൂർത്തീകരിച്ചില്ല. അക്കാലത്ത് ഒരു യാഥാസ്ഥിതിക രാജകുടുംബാംഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതിൽ എത്രയോ അധികം പുരോഗമനപരമായ ചിന്തയാണ് പരമസാത്വികനായ ഈ മനീഷി പുലർത്തിയത്. അത്ഭുതം തോന്നും. മദ്രാസിയിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം വിവാഹിതനായത്. അല്പം വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു നാട്ടിൻപുറത്തുകാരിയെ. തമ്പുരാൻ അവരെ മദ്രാസിക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇംഗ്ലീഷ് പഠിപ്പിച്ചു. യൂറോപ്യൻ സ്ത്രീകളുമായി സംസാരിക്കാൻ യൂറോപ്യൻ ക്ലബിൽ അംഗമാക്കി. ആ സ്ത്രീ ഒറ്റ കുതിരയെ പൂട്ടിയ വണ്ടി സ്വയം ഓടിച്ച് ടെന്നീസ് കളിക്കാൻ പോയിരുന്നു. തമ്പുരാൻ ഒരു നാട്യവും കൂടാതെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് വെർജീനിയ വുൾഫ് പെണ്ണിടത്തെപ്പറ്റി പുസ്തകം എഴുതിയത് എന്ന് ഓർക്കാൻ രസമുണ്ട്. 1904 1906 കാലത്ത് പൂരക്കാലത്ത് തൃശ്ശൂരിൽ സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് സ്കൂളിൽ പഠിക്കുന്ന പുലയ പറയ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ സമ്മേളനവേദിയിൽ വിളിച്ചു കയറ്റി അവർക്ക് പ്രോത്സാഹനമായി പണവും വസ്ത്രവും സ്നേഹപൂർവ്വം നൽകിയത് ഈ തമ്പുരാനാണ്. 1924 വെള്ളപ്പൊക്കം മൂലം അരനാട്ടുകര ഭാഗത്ത് വീട് നഷ്ടപ്പെട്ട ഹരിജനങ്ങൾക്ക് പുതിയ വീടുണ്ടാക്കാനായി തേക്കിൻകാട്ടിൽ സംഭരിച്ച ഓലയും മുളയും കൈവണ്ടിയിൽ കയറ്റി അരനാട്ടുകരയിലേക്ക് വണ്ടി വലിച്ചത് ഈ കൊച്ചി തമ്പുരാനാണ്. പണിയെടുക്കാൻ വയ്യാതായി സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങുന്ന വീട്ടുജോലിക്കാർക്ക് പ്രതിമാസം പെൻഷൻ എന്ന നിലയിൽ ധനസഹായം എത്തിച്ചതും തമ്പുരാൻ ആണ്. തൃശ്ശൂരെ സീതാറാം മിൽസിൻ്റെ സംഘാടകന്മാരിൽ ഒരാളും അവിടുത്തെ തൊഴിലാളികളുടെ നേതാവുമായിരുന്നു തമ്പുരാൻ. ബോംബെയിൽ സിനിമാ നിർമ്മാണം ആരംഭിക്കുന്ന കാലത്ത് തമ്പുരാൻ മലയാളത്തിൽ സിനിമാ നിർമ്മാണ ശ്രമങ്ങൾ സ്വയം തുടങ്ങി. അച്ചടിശാലകളുമായി ബന്ധപ്പെട്ട് ലിപി പരിഷ്കരണ ശ്രമങ്ങൾ നടത്തി. പലപ്പോഴും സ്വന്തം ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പണമില്ലാതെ വലയുമ്പോഴായിരുന്നു ഈ മാതിരി പ്രവൃത്തികൾ. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന വിശ്വാസം പുലർത്തിയിരുന്നു അദ്ദേഹം. തറവാടിത്ത ഘോഷണന്തം വൃത്തികെട്ടതാണ് എന്ന് ഇടശ്ശേരി പറയുന്നതിന് നൂറ്റാണ്ട് മുൻപാണ് കുലമഹിമ ഗുരുത്തക്കേടിനായിട്ടു മാത്രം എന്ന് തമ്പുരാൻ എഴുതിയത്. ഭാസ്കരമേനോൻ, ഭൂതരായർ എന്നീ 2 നോവലുകൾ, മംഗളമഞ്ചേരി 5 ഭാഗങ്ങളിലായി സമാഹരിക്കപ്പെട്ടുള്ള കുറേ ഉപന്യാസങ്ങൾ, ചില പ്രഹസനങ്ങൾ, ഏതാനും കവിതകൾ, വൃത്തശാസ്ത്ര സംബന്ധിയായ ഒരു പ്രബന്ധം, സംഘക്കളിയെ പറ്റിയൊരു പ്രബന്ധം, പുസ്തക രൂപത്തിൽ സമാഹരിക്കപ്പെട്ടിട്ടില്ലാത്ത കുറേ ലേഖനങ്ങളും കവിതകളും. ഇതാണ് തമ്പുരാൻ്റെ സംഭാവന. രസികരഞ്ജിനി, മംഗളോദയം എന്നീ മാസികകളുടെ പത്രാധിപരായിരുന്നു തമ്പുരാൻ. ദീർഘകാലം സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. തൃശ്ശൂരിൽ പരിഷത്ത് സമ്മേളനം നടത്തിയത് തമ്പുരാനാണ്. അന്ന് ആദ്യമായി ഒരു മാസിക പ്രദർശനവും കേരളത്തിൽ നടത്തിയത് തമ്പുരാനാണ്. മംഗളമഞ്ചേരിയിലെ ഉപന്യാസങ്ങൾ വിഭിന്ന വിഷയങ്ങളെ പറ്റിയാണ്. ചരിത്രപരമായ വിഷയങ്ങളാണ് 1-ാം ഭാഗത്തിൽ. കൊച്ചി രാജ്യത്തിൻ്റെ ഉൽപ്പത്തി, പട്ടിണി, ഒരു പഴയ ആചാരമാണത്, തുടങ്ങിയവയാണ്. 2-ാം ഭാഗത്തിൽ കൃഷ്ണഗാഥ, പഴയ ഭാഷ തുടങ്ങി സാഹിത്യത്തിന് പ്രാധാന്യമുള്ള ലേഖനങ്ങൾ. ഇക്കൂട്ടത്തിൽ പച്ചമലയാളം എന്നൊരു ഉപന്യാസം പച്ചമലയാളത്തിൽ തന്നെ അദ്ദേഹം എഴുതി. 3-ാം ഭാഗം ചില മഹത് വ്യക്തികളെക്കുറിച്ചാണ്. ചന്തുമേനോൻ, ആനി ബസന്റ്, ജപ്പാനിലെ പടനായകൻ എന്നിങ്ങനെ. 4-ാം ഭാഗത്തിൽ ശാസ്ത്ര വിഷയങ്ങളാണ്. കാറ്റ്, ധ്രുവദീപ്തി, ധൂമകേതു. കൂട്ടത്തിൽ കേരളത്തിലെ മല്ലയുദ്ധം, നായാട്ട് എന്നിവയെ പറ്റിയുള്ള ലേഖനങ്ങളും നമുക്ക് കാണാം. 5-ാം ഭാഗത്തിൽ പല വിഷയങ്ങളുണ്ട്. ഒന്ന് രമണ മഹർഷിയെ പറ്റിയാണ്, ഒന്ന് സാങ്കേതിക ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്, മറ്റൊന്ന് ഭാഷാലിപികളെക്കുറിച്ചാണ്. കുഞ്ഞുകുട്ടൻ തമ്പുരാനെ പോലെ തന്നെ അപ്പൻ തമ്പുരാനും കേരള ചരിത്രം ലഹരിയായിരുന്നു. പഴയ ഈടുവെപ്പുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ചരിത്രം ആവുന്നത്ര സമാഹരിക്കുകയായിരുന്നു ജീവിതകാലം മുഴുവൻ. മംഗളോദയം, രസികരഞ്ജനി എന്നീ മാസികകളിൽ അവ കാണാം. കവി എന്ന നിലയിലും ഉപന്യാസകാരൻ, നോവലിസ്റ്റ്, വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലകളിലും ആണ് ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കൊടുങ്ങല്ലൂർ ഗുരുകുലത്തിലെ ഏത് കവിയോടും കിടപിടിക്കാവുന്ന മറ്റുള്ള കവിതകളാണ് തമ്പുരാൻ എഴുതിയിട്ടുള്ളത്. പ്രസ്ഥാന പഞ്ചകം എന്ന പേരിലാണ് അവയിൽ ചിലത് സമാഹരിച്ചിട്ടുള്ളത്. അന്നത്തെ വലിയൊരു തർക്കമായിരുന്ന
ആയിരുന്നുവല്ലോ ദ്വിതീയാക്ഷരപ്രാസം. തമ്പുരാൻ അതിൽ പങ്കെടുത്തില്ല. എന്നാൽ വളരെ സുചിന്തിതമായി അദ്ദേഹം പറഞ്ഞു, ഒരു പ്രാസത്തിന് മറ്റൊരു പ്രാസത്തേക്കാൾ മേന്മ കൂടും അല്ലെങ്കിൽ കുറയും എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ശ്രോതാവിൻ്റെ അഭിരുചി മാത്രമാണ് പ്രസക്തം. മലയാളത്തിലെ തോടയാണ് പരദേശത്തെ കമ്പലിനേക്കാളും ഭംഗി എന്ന് പറയുന്ന പോലെ അർത്ഥശൂന്യമാണ് ഈ പക്ഷം പിടിക്കൽ. ചില കവിതകൾ ജീവിതത്തിൻ്റെ നിസ്സാരതയെ ഉത്ബോധിപ്പിക്കുന്നവയാണ്. ജീവിതത്തിൽ ഉണ്ടായ അതികഠിനങ്ങളായ ദുഃഖങ്ങൾ മൂലം അദ്ദേഹത്തിൻ്റെ മകൾക്ക് മാനസികമായ രോഗം പിടിപെട്ടു, 2 മക്കൾ മരിച്ചു, ഭാര്യ മരിച്ചു. ഇങ്ങനെ ആധ്യാത്മിക തലത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. ശ്രീരാമകൃഷ്ണ മിഷനുമായി ഏറെ അടുപ്പം പുലർത്തി. തൃശ്ശൂരിലെ വിവേകോദയം സ്കൂളിൻ്റെ സ്ഥാപകന്മാരിൽ ഒരാളും അപ്പൻ തമ്പുരാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദ ഭക്തിയുടെ തെളിവാണ് കുലമഹിമ കുരുത്തക്കേടിനായിട്ടു മാത്രം മലമിയലിന ഗാത്രം മണ്ണെഴും ഭാരമാത്രം കലകൾ കളവ് കാട്ടി കൂടുവാനുള്ള സൂത്രം നിലമുടയ കളത്രം കീറമാറാപ്പ് മാത്രം. സരളവും അനാഡംബരവുമാണ് ശ്ലോകങ്ങൾ. എന്നാൽ വേണമെങ്കിൽ ശബ്ദാഡംബരപൂർണമായ രചനയും തമ്പുരാന് വഴങ്ങുമായിരുന്നു. ജംഭാരി കുംഭിവര ദൃംഭിത കുംഭ സംഭൂത സംഭൃതി ഒതുങ്ങിയ വാപി പോലെ എന്നെഴുതാനും ക്ലേശമുണ്ടായിരുന്നില്ല. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലെ പല ആശയങ്ങളും തമ്പുരാൻ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. കവിതകളായി ചില ഉദാഹരണങ്ങൾ നോക്കുക. പാത്രം തേക്കാതിരുന്നീടിൽ കയറും കറവന്നതിൽ നിത്യവും ധ്യാനമില്ലെങ്കിൽ ചിത്തവും ചീത്തയായിടും. മുള്ളു കാലിൽ തറച്ചിട ചെരിപ്പിട്ടു നടക്കുകിൽ ആത്മജ്ഞാനം ചെരിപ്പിട്ടാൽ ചവിട്ടാം ലോകകണ്ടകം. അക്കാലത്ത് കവിയാകണമെങ്കിൽ തുള്ളലെഴുതണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് ആവാം തമ്പുരാനും ഒരു ഗണപതി എന്ന പേരിൽ ഒരു തുള്ളലെഴുതി. നമ്പ്യാരെ നന്നായി അനുകരിക്കുകയും ചെയ്തു. ചിലപ്പോൾ തരം താണ ഫലിതം പോലും അതിൽ കാണാം. വീട് നരകമാവാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് കൊല്ലത്തിനുള്ള 2 തലയ്ക്കും പെറ്റിയിടുന്ന ഭാര്യയാണത്രേ. കാച്ചിയ പാല് കുടിക്കാനായി പിച്ചയെടുത്ത് നടക്കാറുണ്ടോ? പഴി പറയുന്നത് പെണ്ണാണെങ്കിൽ പിഴയും പഴിയും പുരുഷന് തന്നെ. കുടുംബ പ്രാരബ്ധത്തെപ്പറ്റി ഇങ്ങനെയാണ് വർണ്ണിച്ചത്. മുലകുടി മാറാതൊരു 4, മലയതിനൊക്കും മറ്റൊരു 4, കുട്ടിപ്പെണ്ണിനൊടുക്കാറായി. നാളികേരത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയൊരു കഥ കവിതയായി അദ്ദേഹം എഴുതി. സ്വർഗത്തിലെ കൽപ്പകവൃക്ഷമാണ് കേരളത്തിലെ തെങ്ങായത്. ഒരു സ്ത്രീ പരിപാലിച്ചു വളർത്തിയ നാരികേളം ആണ് നാളികേരം ആയതത്രേ. പാർവതിയുടെ പരിചരണം മൂലം തെങ്ങ് വളർന്നു. അതുപൊഴുത് അതിമോതൽ അപ്സര സ്ത്രീകൾ വെള്ളിപ്പുതുകലശം അമൃതാക്കിക്കൊണ്ടുവന്നാരനേകം. വെള്ളിക്കുടത്തിൽ അമൃത് കൊണ്ടുവന്ന പോലെയാണ് ഈ തേങ്ങയുടെ ഉള്ളിലെ വെള്ളം. അത് പഴയ കപാലക്കൂട്ടിലാക്കി ത്രിലോകീപതി സപതി വധിച്ചു മുദ്രയായി കണ്ണു മൂന്നും. ശിവൻ അതിൻ്റെ മീതിൽ 3-ാം തൃക്കണ്ണ് പതിക്കുകയാണ്. എന്നിട്ടോ ശിവൻ തൻ്റെ ജട കൊണ്ട് അത് പൊതിഞ്ഞു. പാർവതി അപ്പോൾ അതിന് മുകളിൽ പച്ചപ്പെട്ടുകൊണ്ട് ആവരണമിട്ടു. എന്നിട്ട് അതിന് മുകളിൽ തൻ്റെ ചൂടാമണിയും പതിച്ചു. എന്തുകൊണ്ട് തമ്പുരാൻ ഇതിൻ്റെ രചനയ്ക്ക് ഒരു ദ്രാവിഡ വൃത്തം സ്വീകരിച്ചില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. നാടക സംവിധാനം അപ്പൻ തമ്പുരാന് ഏറെ താല്പര്യമുള്ള വിഷയമാണ്. മുന്നാട്ട് വീരൻ, കാലവിപര്യം, കർമ്മവിഭാഗം, വാസനാവിജയം എന്ന് 4 പ്രഹസനങ്ങൾ അദ്ദേഹം എഴുതി. കലിയുടെ കളി എന്നൊരു പ്രഹസനം കൂടി എഴുതിയിട്ടുണ്ട് എന്ന് ചിലർ പറയുന്നുവെങ്കിലും അത് കിട്ടിയിട്ടില്ല. ഇവ സാഹിത്യരചനകൾ എന്ന നിലയിൽ മെച്ചപ്പെട്ടവയല്ല. വെള്ളുവക്കമാരൻ എന്ന് നമുക്ക് ഒരു ചരിത്രാഖ്യായികയുണ്ട്. ആ ഇതിവൃത്തമാണ് മുന്നാട്ട് വീരൻ എന്ന പ്രഹസനത്തിന്. നോവൽ നായിക പ്രാധാന്യം നൽകുമ്പോൾ പ്രഹസനം നായികയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. രംഗത്ത് തീ പിടിക്കുന്നത്, തോണിയിൽ പുഴ കിടക്കുന്നത്, ആന ഒരാളെ ചവിട്ടിക്കൊല്ലുന്നത് തുടങ്ങിയ കാര്യങ്ങൾ രംഗത്ത് അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നത് ഇന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതകരമായി തോന്നുന്നു. അഭിനയത്തോടുള്ള ഈ അഭിനിവേശമാണ് ഭൂതരായർ സിനിമയാക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. നോവലിൻ്റെ തിരക്കഥ തയ്യാറാക്കി, സംവിധായകന് വേണ്ടി ആ തിരക്കഥ ഇംഗ്ലീഷിലാക്കി. വേഷം കെട്ടിക്കഴിഞ്ഞാൽ കഥാപാത്രങ്ങൾ എങ്ങനെയിരിക്കും എന്ന് വിഭാവന ചെയ്ത് തദനുസൃതമായ ചിത്രങ്ങൾ വരച്ചു. ഒട്ടേറെ പേരെ മാസങ്ങളോളം ഒപ്പം താമസിപ്പിച്ച് റിഹേഴ്സൽ നടത്തി. അതിൽ ബാലതാരങ്ങളുടെ വേഷമെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു SP പിള്ളയും പ്രേംജിയും. നാടകകലയിൽ രംഗാവതരണമാണ് തമ്പുരാനെ ആകർഷിച്ചത്. പ്രഹസനങ്ങളുടെ രചനയിൽ അദ്ദേഹം
തീരെ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയാൻ വയ്യ. ഈ ഭൂതരായർ സിനിമയായില്ല. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് സിനിമയാക്കാൻ പറ്റാതെ വന്നത്. സംവിധായകനായ മഹാരാഷ്ട്രക്കാരന് മലയാളം അറിയില്ലല്ലോ. അതുകൊണ്ടാണ് തിരക്കഥ ഇംഗ്ലീഷിലാക്കി കൊടുത്തത്. സിനിമാ നിർമ്മാണം നടന്നില്ല എങ്കിലും ആ സംവിധായകൻ പിന്നീട് തനിക്ക് പിറന്ന മകൾക്ക് ഭൂതരായരിലെ നായികയുടെ പേരാണ് ഇട്ടത്, ഓമല എന്ന്. സ്ഥലകാല ക്രിയൈക്യ ബന്ധമൊന്നും തമ്പുരാൻ പ്രഹസനങ്ങളിൽ പാലിച്ചിട്ടില്ല. അതൊരു പക്ഷേ പ്രഹസനങ്ങളിൽ അത്ര പ്രസക്തമല്ലായിരിക്കാം. എന്നാൽ അപ്പോൾ അവയെ ആകർഷകമാക്കുന്നത് ഹാസ്യമാണല്ലോ. ഇവിയുടെ കവിതക്കേസ് ഓർക്കുക. ഇവിടെ ഹാസ്യവുമില്ല. തമ്പുരാൻ്റെ സാഹിത്യ സംഭാവനകളെ വിലയിരുത്തുമ്പോൾ പ്രഹസനങ്ങളെ അവഗണിക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നും വരാനില്ല. മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ ഭാസ്കരമേനോനാണ്. രസികരഞ്ജനിയിൽ ഒരു ദുർമരണം എന്ന പേരിലാണ് അത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ശാസ്ത്ര സഹായത്തോടെ ഒരു കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിക്കുകയാണ് ഗ്രന്ഥകാരൻ. സാമാന്യം തൃപ്തികരമായി തന്നെ അദ്ദേഹം അത് ചെയ്തു. ഭൂതരായർ ചരിത്രാഖ്യായികയാണ്. അതിലും കാലഗണനാപരമായി പല വീഴ്ചകളും പറ്റിയിട്ടുണ്ട്. തമ്പുരാന് തന്നെ അതറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഒരു കെട്ട് പഴങ്കഥ എന്ന് ആ രചനയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. മനോഹരങ്ങളായ വാക്ചിത്രങ്ങളും കാവ്യാത്മകമായ ഭാഷയുമാണ് ഭൂതരായരെ ശ്രദ്ധേയമാക്കുന്നത്. സംഗീതഗദ്യം എന്നാണ് ഭൂതരായരിലെ ശൈലിയെ സ്വദേശാഭിമാനി വിശേഷിപ്പിച്ചത്. പ്രാചീന കേരളത്തിൻ്റെ ചില ദൃശ്യങ്ങൾ, ആചാരങ്ങൾ ഇവ അവതരിപ്പിക്കാൻ ആഖ്യായിയുടെ രൂപം തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മംഗളോദയം മാസികയിൽ ഒരു കഥയായി ഭൂതരായർ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. വായിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത കഥ. അത് വിപുലീകരിച്ചതാണ് നോവൽ. മലയാള ഭാഷാ വികാസത്തിൻ്റെ പല ഘട്ടങ്ങളുമായി നോവൽ ഭാഷ ബന്ധപ്പെടുന്നുണ്ട്. ഇത്തരം വിമർശനങ്ങൾ നമുക്ക് പലതും കിട്ടിയിട്ടുണ്ട്. ഗദ്യരചനാ പാഠവും ആഖ്യാന ചാതുരിയും രണ്ടും രണ്ടാണ്. തമ്പുരാൻ ശ്രദ്ധിച്ചത് ഗദ്യരചനാ പാഠകത്തിലാണ് എന്ന് മാത്രം. ചരിത്രം, ആധ്യാത്മികത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് തമ്പുരാൻ്റെ ചില പ്രബന്ധങ്ങൾ. അത് ഇവിടെ ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യമേ സൂചിപ്പിക്കുന്നുള്ളൂ. അത് മംഗളോദയത്തിൽ ലീലാതിലകം പ്രസിദ്ധീകരിച്ചതിനോട് ബന്ധപ്പെട്ടാണ്. കോട്ടയ്ക്കൽ PV കൃഷ്ണവാര്യരുടെ അടുത്ത് നിന്നാണ് ഗ്രന്ഥം കിട്ടിയതാണ് ഗ്രന്ഥം. കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ് അത് കൊണ്ടുവന്ന് ഒപ്പം തമ്പുരാനെ ഏൽപ്പിച്ചത്. വിവർത്തനത്തോടെ മംഗളോദയത്തിൽ പ്രസിദ്ധപ്പെടുത്തുകയായിരുന്നു തമ്പുരാൻ. ഒന്നാം ശില്പം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ഒരാളുടെയും പേര് ചേർക്കുകയുണ്ടായില്ല. മലയാളിയുടെ തറവാട്ടു സ്വത്ത് എന്നായിരുന്നു തമ്പുരാൻ്റെ ഭാവം. എന്നാൽ തൻ്റെ പേര് സമ്പാദകൻ എന്ന നിലയിൽ രേഖപ്പെടുത്തണം എന്ന് PV കൃഷ്ണവാര്യർ ആവശ്യപ്പെട്ടു. തമ്പുരാൻ അതിന് തയ്യാറായില്ല. എങ്കിൽ തുടർന്നുള്ള ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ട ഗ്രന്ഥം തിരിച്ചു തരണം എന്നായി വാര്യർക്ക് ഗ്രന്ഥം തിരിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ഉപദേശം തേടി അത് ആറ്റൂരിനെ ഏൽപ്പിച്ചു കൊടുത്തു തമ്പുരാൻ. ആറ്റൂർ പുഷ്പശാലി വാര്യർക്ക് കൊണ്ട് കൊടുക്കും എന്നുള്ള ധാരണയിൽ ആറ്റൂർ അത് കൈമാറുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് അതിൻ്റെ ഒരു പകർപ്പെടുത്തു വെച്ചു. പിന്നീട് ആറ്റൂർ AR തമ്പുരാൻ്റെ അസിസ്റ്റൻ്റായി അധ്യാപകനായി തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ ഈ ഗ്രന്ഥവും കൊണ്ടുപോയി. അത് വ്യാഖ്യാനത്തോടെ വിവർത്തനം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. ആറ്റൂരിൻ്റെ കയ്യിൽ നിന്നും ഗ്രന്ഥം വായിക്കാൻ വാങ്ങിയ ഉള്ളൂർ അത് രാഖി രാമാനം ഇരുന്ന് പകർത്തി സൂക്ഷിച്ചു. അദ്ദേഹം അത് വിവർത്തനം ചെയ്ത് വ്യാഖ്യാനത്തോടെ പ്രസിദ്ധപ്പെടുത്തിയാലോ എന്ന് ശങ്കിച്ച ആറ്റൂർ തിരക്കിട്ട് ഗ്രന്ഥം വ്യാഖ്യാനത്തോടെ പരിഭാഷപ്പെടുത്തി. അതിലെ കുറേ ഭാഗം KP നാരായണപിഷാരടി ആണത്രേ പരിഭാഷപ്പെടുത്തി കൊടുത്തത്. ഇന്ന് ഈ കഥയാണ് ലീലാതിലക കോലാഹലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം തമ്പുരാൻ ഒന്നാം ശില്പം മാത്രമല്ല 2ഉം 3ഉം ശില്പങ്ങൾ കൂടി പരിഭാഷപ്പെടുത്തിയിരുന്നു മംഗളോദയത്തിനു വേണ്ടി. മാസികയിൽ പ്രസിദ്ധീകരണം മുടങ്ങിയെങ്കിലും 2ഉം 3ഉം ശില്പങ്ങളുടെ പരിഭാഷ പഴയ ഭാഷ എന്ന പേരിൽ മംഗളോദയത്തിൻ്റെ മംഗളമാല എന്ന കൃതിയിൽ ചേർത്തിട്ടുണ്ട്. പിന്നീട് അപ്പം തമ്പുരാൻ താൻ പരിഭാഷപ്പെടുത്തിയ ഭാഗം ഗ്രന്ഥവും കൂടി KVMനെ ഏൽപ്പിച്ചു. പ്രശസ്ത പണ്ഡിതനായ K. വാസുദേവൻ ബോസ് KVM ലീലാതിലകം പരിഭാഷപ്പെടുത്തി വ്യാഖ്യാനത്തോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അച്ചടി, ലിപി പരിഷ്കാരം, പുസ്തക പ്രസാധനം തുടങ്ങിയ കാര്യങ്ങളിലും തമ്പുരാൻ്റെ ശ്രദ്ധ പതിഞ്ഞതിന് നിരവധി പ്രബന്ധങ്ങൾ ഉദാഹരണങ്ങളാണ്. തമ്പുരാൻ്റെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് KT രാമവർമ്മ എഴുതിയ കൈരളി വിധേയൻ അപ്പം തമ്പുരാൻ എന്ന ജീവചരിത്രം സഹായകമാകും. തമ്പുരാൻ്റെ കൃതികളുടെ പഠനമാണ് ഈ പ്രഭാഷകൻ്റെ അപ്പം തമ്പുരാൻ ഒരു പഠനം എന്ന പുസ്തകം. കേരളീയരുടെ സാമൂഹിക ജീവിതത്തിൽ
വിപ്ലവകരമായ മാറ്റം വരുത്തിയ യോഗക്ഷേമ സഭയുടെ തുടക്കം മുതൽ അതിൻ്റെ പ്രവർത്തനവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു തമ്പുരാൻ. കൊട്ടാരത്തിൻ്റെയും ആഠ്യഗൃഹങ്ങളുടെയും നാലുകെട്ടിൽ നിന്ന് മലയാള ഭാഷയെയും മലയാളിയുടെ ജീവിത വീക്ഷണത്തെയും കാറ്റും വെളിച്ചവും തെളിഞ്ഞ പുതിയ ലോകങ്ങളിലേക്ക് എത്തിച്ച മനീഷിയാണ് അപ്പം തമ്പുരാൻ. അതിവിസ്തൃതമാണ് നിയോ ക്ലാസിക് കാലഘട്ടത്തിൻ്റെ പഠനം. ഉറവങ്കര, ശിവോള്ളി, കാത്തുള്ളി അച്യുതമേനോൻ, ചമ്പത്തിൽ ചാത്തുക്കുട്ടി മന്നാടിയാർ എന്നിവരെപ്പറ്റി ചില കാര്യങ്ങൾ കൂടി കൊടുങ്ങല്ലൂർ കളരിയോട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. നിരൂപണത്തെപ്പറ്റി പറയുമ്പോൾ CP അച്യുതമേനോനെ പറ്റി. പിന്നീട് നിയോ ക്ലാസിക് കാലഘട്ടത്തിൽ തെക്കൻ പ്രദേശത്തിലെ കവികളെ പറ്റിയാണ് പറയേണ്ടത്. കേരളവർമ്മ വലിയോയി തമ്പുരാൻ, AR പന്തളം കേരളവർമ്മ, ഉള്ളൂർ KC കേശവപിള്ള, മൂലൂർ തുടങ്ങിയവരെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ചങ്ങനാശ്ശേരി രവിവർമ്മ കോയി തമ്പുരാൻ, കൊട്ടാരത്തിൽ ശങ്കുണ്ണി തുടങ്ങിയവരെ പറ്റി. അവരിൽ പ്രമുഖരെ പറ്റിയുള്ളതാവാം അടുത്ത ഒരു പ്രഭാഷണം. പലപ്പോഴും വിശദാംശങ്ങൾ സൂചിക്കുക മാത്രമേ സാധിക്കൂ.